السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ربي زدنا علما نافعا يا رب العالمين. അൽഹംദുലില്ലാഹ്, ഖുർആനുമായി ബന്ധപ്പെട്ട നല്ല ഒരു പ്രഭാഷണം നമ്മൾ കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ഖുർആനിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നോമ്പ് തുടങ്ങി കുറേ ദിവസമായി. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ കർമ്മശാസ്ത്രത്തിലേക്കാണ് കടക്കുന്നത്. സത്യത്തിൽ ഒരു പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം മിക്കവാറും എല്ലാ ശാഖകളിലും എല്ലാ മണ്ഡലങ്ങളിലും അഹ്ലൻ റംളാൻ എന്ന് പറഞ്ഞ പരിപാടി നടത്തി നോമ്പിൻ്റെ മഹത്വങ്ങളും റമദാനിൻ്റെ മഹത്വങ്ങളും ഒക്കെ അറിഞ്ഞു. അതോടൊപ്പം അതിൻ്റെയൊക്കെ അഹ്കാമുകളും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ സത്യത്തിൽ ചിലപ്പോൾ ഒരു അധികപ്പറ്റായിരിക്കും ഇനി പറയുന്നത്. ഏതായിരുന്നാലും അതിൻ്റെ കർമ്മശാസ്ത്ര വശത്തിലൂടെ ഒന്നങ്ങനെ പെട്ടെന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. അവസാനമായി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അറിയുന്നതാണെങ്കിൽ നമുക്ക് പറയാം. 12 മാസങ്ങളിൽ 9ാമത്തെ മാസമായ റമദാനായി എന്നിപ്പോൾ എങ്ങനെ അറിയും? 2 വഴികളാണ്. അതിൽ ഒന്നാമത്തെ വഴി ശഅബാൻ 30 പൂർത്തിയാകുക. പിന്നെ മാസം കാണേണ്ട ആവശ്യമില്ല. അറബി മാസം 28 ഇല്ല, 31 ഇല്ല, 29 അല്ലെങ്കിൽ 30 ഉണ്ടാകുക. രണ്ടാമത്തെ ഒരു വഴി, ഇതിപ്പോൾ റമദാൻ മാസം മാത്രമല്ല, ഏതൊരു മാസമാകട്ടെ അത് അറിയാനുള്ള മാർഗം ഇതാണ്. 29ൻ്റെ അന്ന് മാസം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടുത്ത മാസമാണ് എന്നുറപ്പിക്കാം. ശഅബാൻ 29ൻ്റെ അന്ന് പടിഞ്ഞാറ് ചന്ദ്രിക ദർശിക്കപ്പെട്ടാൽ റമദാൻ കഴിഞ്ഞു, ശഅബാൻ കഴിഞ്ഞു, റമദാനായി എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ ആളുകൾക്കിടയിലുണ്ട് മാസം ഉറപ്പിക്കാനും. ഈ പറഞ്ഞതാണ് അതിൻ്റെ ശരിയായ വശം. കാരണം ഖുർആൻ പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫല്യസും. നിങ്ങളതിന് സാക്ഷിയായാൽ, ആ മാസത്തിന് സാക്ഷിയായാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഇദാ റഅയ്തുമൂഹു ഫസൂമു. നിങ്ങളത് കണ്ടാൽ നോമ്പ് നോൽക്കുക, കണ്ടാൽ നോമ്പ് നോൽക്കുക എന്നാണ്. അപ്പം ഇതാണ് അതിന് യഥാർത്ഥ വശം. എന്നിട്ട് പറഞ്ഞു, ഇനി എപ്പോഴും മാസം കാണാൻ സാധിച്ചു കൊള്ളുന്നില്ല 29ൻ്റെ അന്ന്. ഫൈൻ റുബ്ബി അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30. 29ൻ്റെ അന്ന് നിങ്ങൾക്ക് ദൃശ്യമായില്ല, എന്തെങ്കിലും തടസ്സം ഉണ്ടായി, മഴ ഉണ്ടായി, പൊടിപടലങ്ങൾ ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സം, നിങ്ങളുടെ ദൃഷ്ടിയിൽ തടസ്സപ്പെടുന്ന വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ മാസം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് ഭയങ്കര ചർച്ചയാണ് അല്ലേ? ഓരോ വർഷവും റമദാനാകുമ്പോൾ, പെരുന്നാളാകുമ്പോൾ, വലിയ പെരുന്നാളാകുമ്പോൾ നെഞ്ഞത്ത് ഭയങ്കര ഒരു പ്രയാസം. കുറച്ച് ഇതിപ്പോൾ ഇങ്ങനെ പല കോലത്തിലാകുമോ, എങ്ങനെ ഇപ്പോൾ ഒന്നാകുക എന്നുള്ളത് വലിയ എല്ലാവർക്കും ബേജാറാണ്. അവിടെ റസൂൽ പറഞ്ഞു, ഫൈൻ റുബ്ബി അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30. കണ്ടില്ല എങ്കിൽ നിങ്ങൾ ശഅബാൻ 30 കണക്കാക്കുക. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ കണക്ക് നോക്കിക്കോളിയും, ശാസ്ത്രത്തെ അവലംബിച്ചോളിയും എന്നൊന്നും പറഞ്ഞില്ല.
അപ്പോൾ ഒരു പക്ഷേ ചില ആൾക്കാർ പറയും അത് അന്നത്തെ കാലത്ത് ശാസ്ത്രവും കണക്കും കാര്യമൊക്കെ നോക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞു ഇന്നഹ്നു ഉമ്മത്തുൻ ഉമ്മിയ, എഴുത്തും വായനയൊന്നും അറിയാത്ത ആൾക്കാരാണ് നമ്മൾ എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള കാലത്തിലുള്ള മതമാണ്, ശരീഅത്താണ്, അഹ്കാമാണ് ഇതിലുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയില്ലേ ലോകം പുരോഗമിക്കും ശാസ്ത്രീയമായി ഉയരുമൊക്കെ. എന്നിട്ടും ഈ ഒരു വിഷയം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകണം. ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമല്ല, കണക്ക് പിള്ളകൾക്ക് മാത്രമല്ല, ഏതൊരാൾക്ക് മാസമായില്ലേന്നറിയാം, ഏതൊരു നാടനും അതിനുള്ള വഴി ഇത് മാത്രമാണ് എന്നാണ്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് കാണേണ്ട യാതൊരു ആവശ്യമല്ല, അതൊക്കെ ഒരു വെറുംപണിയാണെന്ന്. അപ്പോൾ അവരോട് നമ്മൾ പറയും, ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഈ ഒരു വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. രണ്ടാമത്തെ ഒരു മസ്അല, ലോകത്തുള്ള ഓരോരുത്തരും മാസം കാണുക. എനിക്ക് നോമ്പ് നോൽക്കാൻ ഞാൻ മാസം കാണുക, ആസ്ട്രേലിയയിലുള്ള ഒരാൾക്ക് മാസം കാണാൻ അയാൾ മാസം കാണും, നോമ്പ് നോൽക്കാൻ മാസം കാണുക, ഇങ്ങനെ ഓരോരുത്തരും കാണണം. അതല്ല, ലോകത്ത് ആരെങ്കിലും ഒരാൾ കണ്ടാൽ പിന്നെ ലോകം മൊത്തത്തിൽ മതിയോ? അല്ലെങ്കിൽ ഒരു നാട്ടിലൊരാൾ കണ്ടാൽ മതിയോ? അതും കുറേ തർക്കങ്ങളാണ്. ഈ മസ്അലകളാകുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവും, അഹ്കാമുകളാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മളത് എടുത്തത്. ആ വിഷയത്തിലുള്ള ചില നിലപാടുകൾ നമ്മൾ പറയാം. ഒന്ന്, ലോകത്തുള്ള ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾക്ക് എല്ലാവർക്കും അത് ബാധകമാണ് എന്നൊരു അഭിപ്രായം. മക്കയിൽ കണ്ടാൽ അമേരിക്കക്കാരനും ബാധകമാണ്, ജപ്പാൻകാരനും ബാധകമാണ്. ഇതാണ് ഒരു അഭിപ്രായം. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് പൂർണ്ണമായും നമുക്ക് തത്ബീഖ് ചെയ്യുവാൻ, പ്രയോഗവൽക്കരിക്കുവാൻ സാധിക്കുകയില്ല. പിന്നെ ആലോചിച്ച് നോക്കിയും, ഇന്നല്ലല്ലോ, മുമ്പ് കാലത്ത് ഇപ്പോൾ മാസം കണ്ടു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഒരു 40 കൊല്ലം മുമ്പ്, 50 കൊല്ലമൊക്കെ ആകുമ്പോൾ അന്ന് മാസം കണ്ട് മിക്കവാറും സുബഹിക്ക് തൊട്ട് മുമ്പ് അറിയാം. എന്നിട്ട് അയലോക്കക്കാരനെ കൂക്കിയേക്കാരം മാസം കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നഗാരടിക്കുക പള്ളിയിലുണ്ടായത്. അങ്ങനെയെങ്കിൽ ഒരു 1400, 1300, 1200 കൊല്ലം മുമ്പ് എവിടെയെങ്കിലും ഒരു മാസം കണ്ടത് പിന്നീട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റൊരു നാട്ടിലേക്ക് പ്രയോഗവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ കഴിയാത്തൊരു കാര്യമാണ്. സമയം നോക്കുമ്പോഴും അതും കഴിയാത്ത കാര്യമാണ്. നമസ്കാര സമയങ്ങൾ ഏറ്റവും വ്യത്യാസമുണ്ടാകുന്നത് പോലെ 24 മണിക്കൂർ എന്ന വലിയൊരു വിടവുള്ളത് പോലെ അതൊരു പ്രയാസകരമാണ്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഒരു ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ ആ രാജ്യത്തെ ഭരണാധികാരി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഹുക്മിൽ ആ നാട്ടിലുള്ള ആൾക്കാർ ഉൾപ്പെടുമെന്നാണ്. ഇപ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ 1/2 ഭാഗം, അത്ര വലിയ രാജ്യമാണ്. അവിടെ കിഴക്കൻ പ്രവിശ്യയായ ഹഫറുൽ ബാത്തിനോ ജുബൈലും പടിഞ്ഞാറൻ പ്രവിശ്യയായ ചെങ്കടലിൻ്റെ ഭാഗത്തുള്ള നാടും വടക്ക് ഭാഗത്തുള്ള തൊബൂക്കും തെക്ക് ഭാഗത്തുള്ള ജിസാൻ പോലെ രാജ്യങ്ങളൊക്കെ ഭയങ്കര ദൂരമുണ്ട്. പക്ഷെ അവിടുത്തെ രാജാവ് മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് മൊത്തം അത് നിയമപരമാക്കപ്പെടുമെന്നാണ്. അതാണ് സൗദി അറേബ്യയിലൊക്കെ കണ്ടുവരുന്നത്. മൂന്നാമത്തെ ഒരു അഭിപ്രായം, ഓരോ നാട്ടുകാർക്ക്, ഓരോ പ്രദേശക്കാർക്ക് ഉള്ള മത്താലി അനുസരിച്ചാണ് വിധികൾ തീരുമാനിക്കേണ്ടത് എന്ന്. ഉദാഹരണമായി നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളവും അതിൻ്റെ ഹുക്മിൽപ്പെടുന്ന സ്ഥലങ്ങളും ഉണ്ടാകുമല്ലോ. ഒരു പക്ഷേ കർണാടകയിലെ മംഗലാപുരം ഭാഗം, തമിഴ്നാട്ടിലെ കന്യാകുമാരി ഭാഗം, ഗൂഡല്ലൂർ ഭാഗം, ഒരു പക്ഷേ ലക്ഷദ്വീപിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രവിശ്യയായി പ്രദേശമായി കണക്കാക്കാൻ സാധിക്കും.
അവിടെ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ആ ഹുക്മിൽ ഉള്ള ആളുകളൊക്കെ തന്നെയും അതിൽ ഉൾപ്പെടുമെന്നാണ്. അതിന് തെളിവായി നമുക്ക് ഖുറൈബിൻ്റെ ഹദീസ് എന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് തെളിവായി ഉദ്ധരിക്കാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മു ഫദ്ൽ. ഈ ഉമ്മു ഫദ്ലിൻ്റെ ഭൃത്യനാണ് ഖുറൈബ്. അവർ മദീനത്താണ്. അന്ന് ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരി ഡമാസ്കസ് കേന്ദ്രമാക്കിയ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഉമ്മു ഫദ്ൽ ഖുറൈബിനെ ഡമാസ്കസിലേക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞയച്ചു. അതൊരു അവിടെ ചെന്നപ്പോൾ അവർ റമദാൻ മാസം കാണുന്നത് വ്യാഴാഴ്ച രാത്രിയാണ്. അതിന് ലൈലത്തുൽ ജുമുഅ എന്ന് പറയാം. ജുമുഅൻ്റെ തലേന്ന് രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് അവർക്ക് റമദാൻ ഒന്ന്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന് മദീനയിലെത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി സംസാരിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മാസം കണ്ടത് വ്യാഴാഴ്ച രാത്രി, അങ്ങനെ നിങ്ങൾ റമദാൻ ഒന്ന് വെള്ളിയാഴ്ച. എന്നാൽ ഞങ്ങൾ മദീനക്കാർ മാസം കണ്ടത് വെള്ളിയാഴ്ച രാത്രിയാണ്. ഞങ്ങൾക്ക് ഒന്നാമത്തെ റമദാൻ ഉണ്ടായിരുന്നത് അത് ശനിയാഴ്ചയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഖുറൈബിൻ്റെ ചോദ്യം, മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കെ അദ്ദേഹം ഒരു വിധി പുറപ്പെടുവിപ്പിച്ചത് അത് പോരെ നമ്മൾക്കെല്ലാവർക്കും എന്ന് ചോദിച്ചപ്പോൾ അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ലാ ഹകദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയല്ല, ഈ പറഞ്ഞ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ റമദാൻ, പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ദിനങ്ങളാണ്. എപ്പോഴും അതാണ് വേണ്ടത്. ഇത് പ്രത്യേകിച്ചു അന്നിങ്ങനെ ഒരു വീട്ടിൽ തന്നെ നോമ്പ്, ചില ആൾക്ക് പെരുന്നാൾ എന്നൊരവസ്ഥയിലേക്ക് പോകുവാൻ പാടില്ല. ഈ പറഞ്ഞ മൂന്നാമത് പറഞ്ഞ ആ ഒരു നിലപാടെടുക്കലായിരിക്കും ഏറ്റവും ശരിയായത്. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. റമദാനിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുക. അപ്പോൾ അവിടെയും ഇവിടെയും ഒരേ ദിവസമല്ല നോമ്പ് ആരംഭിച്ചത് എങ്കിൽ ഒരു പക്ഷേ കുറയും കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഈ വർഷം തന്നെ സൗദി അറേബ്യയിൽ നമ്മളെക്കാൾ ഒരു ദിവസം മുമ്പാണ് അവിടെ നോമ്പായത്. അവിടെ നിന്ന് ഈ റമദാൻ ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അയാൾ ഒരു ദിവസം കുറവിലായിരിക്കും, ഒരു ദിവസം കൂടുതലായിരിക്കും ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ എന്താണ് പരിഗണിക്കേണ്ടത്? അവിടെ പരിഗണിക്കേണ്ടത്, അയാൾ യാത്ര ചെയ്ത് ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ വന്നു എങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോമ്പാണോ ആ നോമ്പെടുക്കുക. ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ അവിടെ പെരുന്നാളാണോ പെരുന്നാളായി പരിഗണിച്ച് അതിൻ്റെ കൂടെ കൂടുക. അപ്പോൾ ഒരു പക്ഷേ അയാൾക്ക് 28 നോമ്പേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ. എങ്കിൽ 29ൻ്റെ അന്ന് എല്ലാവരും പെരുന്നാൾ എടുക്കുമ്പോൾ അവൻ ഇല്ല ഞാൻ 29ാമത്തെ നോമ്പിലാണ് എന്ന് പറഞ്ഞു നിൽക്കാതെ അവരുടെ കൂടെ പെരുന്നാൾ കൊള്ളുക. ഒരു നോമ്പ് നഷ്ടപ്പെട്ടു എന്നത് മനസ്സിലാക്കി പിന്നീട് ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നോമ്പിൻ്റെ വിധി എന്താണ്? അത് ഫർളാണ്. എല്ലാ ആൾക്കാർക്കൊക്കെ ബുദ്ധിയുള്ള, പ്രായപൂർത്തി എത്തിയ, തടസ്സങ്ങളില്ലാത്ത, പ്രതിബന്ധങ്ങളില്ലാത്ത എല്ലാ ആളുകൾക്കും നോമ്പ് നിർബന്ധമാണ്. റമദാൻ ഇതിപ്പോൾ 1445 നോമ്പാണല്ലോ, റമദാനാണല്ലോ. ഹിജ്റ 2 നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. അതിന് മുമ്പ് ആശൂറായിൻ്റെ നോമ്പായിരുന്നു നിർബന്ധം. ആശൂറായിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ മുഹറം 10-നുള്ള നോമ്പാണ് നിർബന്ധമായിട്ടുണ്ടായിരുന്നത്. ഇനി ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധം, ആർക്കൊക്കെയാണ് ഉസ്റുള്ളത്, ആർക്കൊക്കെയാണ് എടുക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ നോമ്പില്ലാത്തത്? ഒന്ന് കാഫിറിനാണ്, മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് അയാൾക്ക് നോമ്പാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാലേ നിസ്കാരം നോമ്പും മറ്റ് കർമ്മങ്ങളൊക്കെ അവർക്ക് വാജിബായി തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് നോമ്പ് ഇല്ല. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ജോലിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് നോമ്പ് നോറ്റോ എന്ന് അവനോട് പറയാൻ പാടില്ല. അത് അവന് നിർബന്ധമല്ലാത്ത. അതേപോലെ തന്നെ രണ്ടാമത്തത് നോമ്പ് നിർബന്ധമില്ലാത്ത കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ പല പ്രായത്തിൻ്റെ ഏറ്റവ്യത്യാസങ്ങളുണ്ടാവും. മുമയ്യസായ വകതിരിവുള്ള കുട്ടികളുണ്ടാവും. ഒരു 7-8 വയസ്സുള്ള വകതിരിവുള്ള കുട്ടികൾ. അതിന് താഴെയുള്ള കുട്ടികൾ, ഈ കുട്ടികൾക്കൊന്നും നോമ്പ് നിർബന്ധമല്ല. എന്തുകൊണ്ട്? മതശാസന അവർക്ക് നിർബന്ധമായില്ല. തക്ലീഫ് മതശാസന നിർബന്ധമായിട്ടില്ല. അതുകൊണ്ട് ഒരു 10 വയസ്സുള്ള കുട്ടി, ഒരു 9 വയസ്സുള്ള കുട്ടി നോമ്പ് നോറ്റിട്ടില്ല എങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടൂല. മുക്കല്ലഫല്ല അവൻ. പക്ഷേ രക്ഷിതാക്കൾ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ പിടികൂടിയേക്കും. എന്തിന്? അവനെ പ്രേരിപ്പിക്കുന്നുണ്ടോ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, അതിനുള്ളൊരു തശ്ജീഅ് നൽകുന്നുണ്ടോ എന്നത്. അപ്പോൾ കുട്ടികളാണെങ്കിലും ശരി, നോമ്പ് നോൽക്കാനും നമസ്കരിപ്പിക്കാനും ഒക്കെ രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധയും ശ്രമവും ഉണ്ടായിരിക്കണം. അപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു റസൂൽ എന്താ പറഞ്ഞാൽ? മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ. കുട്ടിയൊക്കെ 7 വയസ്സെത്തിയാൽ നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കണം. 7 വയസ്സായാൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് പറയുന്നത് കുട്ടികളെ വലിയ വാത്സല്യത്തോടുകൂടി കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അടിക്കണം എന്നാണ് പറഞ്ഞത്. അതെന്തിനാ? എന്നാൽ ഒരു ഇസ്തിഖാമ, നേരെ ചൊവ്വേ കുട്ടികൾ പോവുള്ളൂ. അത് ഈ നോമ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഒരു പക്ഷെ നമ്മൾ കുട്ടികളോടുള്ള അമിതമായ സ്നേഹത്താൽ കുട്ടികളെ നോമ്പ് നോൽപ്പിക്കൂല. കുട്ടികൾക്ക് വലിയ ബാഗും പിടിച്ച് രാവിലെ സ്കൂളിൽ പോകാനുണ്ടാവും. ഈ ചൂടുകാലത്ത് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടാവും. എൻ്റെ കുട്ടി തൽക്കാലം നോമ്പ് നോൽക്കണ്ട. ആ കുട്ടി പിന്നെ കാലാകാലം നോൽക്കൂല, പിന്നെ മടിയായിരിക്കും. അപ്പോൾ കുറച്ച് പ്രയാസം. നമ്മളെക്കാൾ സ്നേഹമായിരുന്നുവല്ലോ നമ്മുടെ മുൻഗാമികളായ സഹാബ വനിതകൾക്ക്. റുബയ്യ ബിൻത് മുഅവ്വദ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾ കുന്നാ നസൂമു വനുസവ്വിമു സുബിയാലനാ. ആശൂറയിൻ്റെ നോമ്പ് ഞങ്ങൾ നോൽക്കാറുണ്ട്. മുഹറം 10ൻ്റെ നോമ്പ് ഞങ്ങൾ നോൽക്കുന്ന മാത്രമല്ല, ഞങ്ങളുടെ കുട്ടികളെ നോമ്പ് നോൽപ്പിക്കാറുണ്ട്. എങ്ങനെയുള്ള കുട്ടികളാണ്? അത് ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് കാണാൻ സാധിക്കും. പന്തളിക്കാൻ പോണ കുട്ടികൾ വലിയ കുട്ടികളെന്നല്ല. ഈ കുട്ടികൾ വിശന്ന് കരയുമ്പോൾ അവരെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി രോമം കൊണ്ടൊക്കെ ഉള്ള കളിപ്പാട്ടങ്ങളും കളി വസ്തുക്കളും അവർക്ക് നൽകുമായിരുന്നു. അപ്പോൾ കുട്ടികൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയി അവർക്ക് പിന്നെ വിശപ്പുണ്ടാകുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ കളിക്കുന്ന കുട്ടികളെ ഞങ്ങൾ നോമ്പ് നോൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ. ചെറുപ്പത്തിൽ നോമ്പ് നോൽപ്പിച്ചില്ലെങ്കിൽ പിന്നീട് നോമ്പ് നോൽക്കുക. അത് കുട്ടികൾക്ക് നിർബന്ധമല്ല, പക്ഷേ ശ്രദ്ധിക്കണം എന്നാണ്. ഇതേപോലെ തന്നെ നോമ്പില്ലാത്ത ആൾക്കാർ ഭ്രാന്തന്മാരാണ്. അവർക്ക് നോമ്പല്ല, ഒന്നുമില്ല, നിസ്കാരമല്ല, സക്കാത്ത് ഉണ്ട് കേട്ടോ. സക്കാത്ത് ഓരല്ല, അവരെ സമ്പത്തൊക്കെ ആരെ കൈകാര്യം ചെയ്യണം അവർ കൊടുക്കണം. ഹജ്ജ് അവർക്കില്ല. എന്ത്? മുക്കല്ലഫല്ല, മതശാസനമല്ല, വകതിരിവില്ല, എന്താണെന്നറിയില്ല, അവർക്ക് നോമ്പില്ല. അതിന് സമാനമായ ചില ആൾക്കാരുണ്ടാവും. ഭ്രാന്തൊന്നുമല്ല, പക്ഷെ വയസ്സായി. നമ്മുടെ നാട്ടിലൊക്കെ അത്തുമുത്തും ഒന്നുമില്ല എന്ന് പറയില്ലേ, അങ്ങനെ വയസ്സ് അങ്ങേ തലെത്തി. പറയണ എന്താണെന്ന് അറിയില്ല, ചെയ്യണം എന്താണെന്ന്. ഒരു ഭ്രാന്തന്മാരെ പോലെയാണ് ഇപ്പോൾ വാപ്പാന്ന് പറയും. അവർക്കും എന്തില്ല? നോമ്പില്ല, ഖളാ വീട്ടേണ്ടതില്ല. ആ നോമ്പ് ഒഴിവാക്കിയതിന് പകരമായി ഫിദിയ കൊടുക്കേണ്ടതില്ല, ഒന്നുമില്ല. മതശാസനം അവർക്ക് നിർബന്ധമില്ല എന്നാണ്. ഇതേപോലെ തന്നെ ഇനി ചില റുഖ്സകൾ, ആനുകൂല്യങ്ങളുള്ള ആൾക്കാരാണ്. ഒന്ന്, രോഗികൾ. രോഗികൾക്ക് നിർബന്ധമില്ല. പക്ഷേ ഈ രോഗി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊന്ന് മനസ്സിലായി. രോഗി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നിപ്പോൾ ഈ വേനൽക്കാലത്ത് നോമ്പ് നോൽക്കുന്ന ആൾക്കാർക്ക് ജലദോഷമില്ലാത്ത എല്ലാവർക്കും ഉണ്ടാവും. നീർക്കെട്ടാണ്, വല്ലാത്ത തലവേദന എന്നൊക്കെ പറയും.
അപ്പോൾ ഒരാൾ പറയാം എനിക്ക് ജലദോഷം, ഞാൻ നോമ്പ് നോൽക്കില്ല. കാരണം ഖുർആൻ തന്നെ പറഞ്ഞതാണ് ഫമൻ കാന മിൻകും മരീദൻ, നിങ്ങൾ രോഗിയാണെങ്കിൽ ഔ അലാ സഫരിൻ, അല്ല യാത്രയിലാണെങ്കിൽ ഫഇദ്ദത്തും മിൻ, വേറെ ദിവസം നോറ്റാൽ മതി. തലവേദന, ഞാൻ ഒന്നും നോൽമ്പ് നോൽക്കില്ല, അത് പറയാൻ പറ്റില്ല. ഒരു രോഗമെന്ന് പറയാവുന്ന അവസ്ഥയിലല്ല എങ്കിൽ അയാൾ നോമ്പ് നോൽക്കണം. എന്നാൽ അത് നേരെ വിപരീതമുണ്ട്. ചില വല്യന്മാരുണ്ട് അങ്ങേ തലെത്തി കാണും, പക്ഷേ എന്തിനും ഞാൻ മുറിക്കൂല, ഇനി ഇതാണ് മരിച്ചാലും വേണ്ടില്ല, ഞാൻ നോമ്പ് ഒഴിവാക്കൂല എന്നറിയും. അത് അവിവേകമാണ്, ആത്മഹത്യയാണ്. അത് പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ നോമ്പ് നോറ്റാൽ ഇതേപോലെ മരണം വരെ സംഭവിക്കാം, അല്ലെങ്കിൽ അയാളുടെ രോഗം മൂർജിച്ച് അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് എത്തുമെങ്കിൽ അയാൾ നിർബന്ധമായും നോമ്പ് ഒഴിവാക്കണം. സത്യത്തിൽ ഖുർആൻ ഈ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തെന്നറിയോ, വല്ലാത്തൊരു അത്ഭുതമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അല്ലാഹ് നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നേ ഇല്ല, എളുപ്പമാണ് അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഈ വേനൽക്കാലത്ത് സുബൈക്കാണ് തുടങ്ങി മഗ്രിബ് വരെ അധ്വാനിച്ച് നോമ്പ് നോൽക്കുന്ന ആൾക്കാരോട് അല്ലാഹ് പറയാണ് ഇതിൽ ഞെരുക്കൊന്നുമില്ല, ഞെരുക്കം ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. അതെങ്ങനെ? ഈ പറഞ്ഞ റുഖ്സകളൊക്കെ ഉണ്ട്. രോഗികൾക്ക് രോഗമാണോ എങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇനി അവരെന്ത് ചെയ്യണം? രോഗം ഒരു പക്ഷേ ഒരു കാലത്ത് മാറൂല, എപ്പോഴും മരുന്ന് കുടിക്കണം. ഒരു ക്യാൻസർ രോഗിയാണ്, ഒരു ഷുഗർ രോഗിയാണ്, അല്ലെങ്കിൽ എപ്പോഴും മരുന്ന് ഉപയോഗിക്കേണ്ട ഒരു രോഗിയാണ്. അതിപ്പോൾ റമദാൻ കഴിഞ്ഞാലും നോമ്പ് വെക്കാൻ കഴിയില്ല. എങ്കിൽ അയാൾ ചെയ്യേണ്ടത് ഫഫിദിയത്തും മിൻ തഅം മിസ്കീൻ, ഒരു നോമ്പിന് പകരമായി ഒരു സാധുവിന് ഒരു നേരത്തെ അന്നം നൽകുക, ഭക്ഷണം കൊടുക്കുക. അപ്പം 30 നോമ്പ് പോയിട്ടുണ്ട് എങ്കിൽ 30 ആൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ല 30 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ചില ആൾക്കാർ കിറ്റ് കൊടുത്താൽ മതിയോ? അവിടേക്ക് ഈ പറഞ്ഞ ഡിമാൻഡ് കൊടുക്കുന്നതായിരിക്കണം മിസ്കീൻ, സാധുവിനായിരിക്കണം. കൊടുക്കുന്നത് പൈസയല്ല, ഭക്ഷണമായിരിക്കണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഹാബിമാരിൽ പ്രമുഖനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സിന് വേണ്ടി റസൂൽ പ്രാർത്ഥിച്ചു. അങ്ങനെ സുദീർഘമായി ജീവിച്ചു. 92 ഹിജ്റ 92കൾക്ക് ശേഷമൊക്കെയാണ് അദ്ദേഹം വഫാത്താണ്. അവസാന കാലമായപ്പോൾ അദ്ദേഹം നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നത് നഷ്ടപ്പെട്ട നോമ്പിൻ്റെ എണ്ണം നോക്കി അത്രയും ആളുകളെ വിളിച്ച് അവർക്ക് ഹുബ്സ്, ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. റൊട്ടിയും അതിലുള്ള കറിയും കൊടുക്കലാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഭക്ഷണം ആണ് കൊടുക്കുക. ഒരു നോമ്പ് തുറക്ക് വിളിച്ച് എല്ലാവരും വന്നോട്ടെ, പക്ഷേ എത്ര നോമ്പ് നഷ്ടപ്പെട്ട് അത്രയും പാവങ്ങളെ വിളിക്കണം. അപ്പോൾ അയാളുടെ നോമ്പ് അതിൻ്റെ പ്രശ്നം പരിഹാരമായി തീർന്നു. ഇനി അരി മാത്രം കൊടുക്കുകയാണെങ്കിലോ, നമ്മുടെ നാട്ടിൽ മുദ്ദ് കൊടുക്കുക, മുദ്ദല്ല മുദ്ദാനിയാണ്. 2 മുദ്ദ് കൊടുക്കണം. 2 മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു 1,300 ഉണ്ടാവും. ഒരു നോമ്പിനോ ഒരു 1,300 അരി കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കറിയൊക്കെ വല്ലതും കൊടുക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 1,300 അരി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് രോഗി. രണ്ടാമത്തെ രോഗിയുണ്ട്, അയാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ നോമ്പ് ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇപ്പം നമ്മളെ ഒരു പ്രവർത്തകൻ്റെ നാട്ടിൽ മിനിഞ്ഞാന്ന് തറാവീസ്കാരം കഴിഞ്ഞ് പോയി പെട്ടെന്ന് നെഞ്ഞുവേദന ഉണ്ടായി. ഇപ്പോൾ ആൻറ്റിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു. അപ്പോൾ ഈ റമദാനിൽ ഇപ്പോൾ ഏതായാലും നോമ്പ് നോൽക്കാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് കുറച്ച് കാലം കഴിഞ്ഞാൽ മാറും, നോമ്പ് നോൽക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള ആളുകൾ രോഗം മാറും, അത് കഴിഞ്ഞിട്ട് പൂർവ്വാവസ്ഥയിലേക്ക് തന്നെ മടങ്ങാൻ സാധിക്കും. എങ്കിൽ പിന്നെ ചെയ്യേണ്ടത് അയാൾ നോമ്പ് നോറ്റ് വീട്ടുകയാണ്. അവിടെ ഒരു ഫിദിയ കൊടുക്കേണ്ടതില്ല, വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല, നോമ്പ് നോറ്റ് വീട്ടുകയാണ്. ഇതിന് സമാനമാണ് വൃദ്ധരായ ചില ആളുകൾ. നേരത്തെ പറഞ്ഞ വയസ്സന്മാരല്ല, നേരത്തെ പറഞ്ഞ വയസ്സന്മാർക്ക് ബുദ്ധി നഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഇത് ബുദ്ധിക്കൊന്നും യാതൊരു തകരാറില്ല, പ്രായമായി പിന്നെ എണീക്കാൻ കഴിയില്ല, നോമ്പ് വെക്കാൻ കഴിയില്ല, ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അങ്ങനെയുള്ള ആളുകളും ഇതേപോലെ എന്താണ്, ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് റുഖ്സയുള്ള ആളുകൾ യാത്രക്കാരാണ്. യാത്രക്കാർക്ക് റുഖ്സുണ്ട്. അവിടെ ഒരു കടുംപിടുത്തം നിൽക്കണ്ട. ഏത് ഞാൻ നോൽമ്പ് വെൽക്കും, നിർബന്ധമായിട്ടും നോൽമ്പ് വെൽക്കും യാത്രയിലാണെങ്കിലും എന്ന് അതിലൊക്കെ ഒരു ആനുകൂല്യമുള്ളതാണ്. ഹദീസുകൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ
അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ റമദാൻ ആകുമ്പോൾ യാത്രയിലായിരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുള്ള ആൾക്കാരുണ്ടാവും, നോമ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അവരങ്ങോട്ടും ഇങ്ങോട്ടും മേനി പറയാറില്ല. നിങ്ങൾക്ക് നോൽമ്പില്ലല്ലോ, ഞങ്ങൾക്ക് നോമ്പുണ്ട് എന്ന് അങ്ങോട്ടൊന്നും പറയാറുണ്ടായിരുന്നില്ല, ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരിക്കൽ ഞങ്ങൾ യാത്രയിലാണ്, റമദാനിലാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും നോമ്പില്ല. ചൂടിൻ്റെ കാഠിന്യത്താൽ തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട യാത്ര. ആകെ രണ്ടാക്കേ നോമ്പുള്ളൂ. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും, മറ്റൊന്ന് അബ്ദുല്ലാഹിബ്നു റവാഹ, റസൂലിൻ്റെ പ്രാസംഗികൻ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇവർക്ക് രണ്ടാൾക്കുള്ളൂ. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മക്കം ഫത്തിന് വേണ്ടി പോവാണ്, മദീനയിൽ നിന്ന് മക്കയിലേക്ക്. ഒക്കെ റംളാൻ മാസം. ഈ ചില ആൾക്കാരുടെ ധാരണ എന്താ വെച്ചാൽ, റംളാൻ മാസം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കടന്നുറങ്ങുക, ഒരധ്വാനവും പാടില്ല, ഒരു ജോലിയും പാടില്ല, ഒക്കെ നിർത്തി വെക്കുക. അല്ല, ഇത് യുദ്ധത്തിന് പോവാണ് റംളാൻ മാസത്തിൽ. ഒന്നാമത്തെ റംളാൻ തന്നെ ബദർ, അത് റംളാൻ മാസത്തിലാണ്. അങ്ങനെ യാത്ര പുറപ്പെട്ടു. മദീനയിൽ നോമ്പ് നോറ്റാ പോണത്. പോയി മദീനയിൽ നിന്നും അവസാനം മക്കയോടടുത്ത് ഖുറാ ഉൽ ഗമീം എന്ന് പറയുന്ന സ്ഥലം വരെ എത്തി. മക്കയുടെ അടുത്ത സ്ഥലമാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾ നോമ്പ് പറ്റും. 7 ദിവസം 8 ദിവസമാണ് മക്ക മദീന യാത്ര അന്നത്തെ കാലത്ത്. അവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കാണുക, നോമ്പ് മുറിച്ചു, വെള്ളം കുടിച്ചു, പാല് കുടിച്ചു, നോമ്പ് എല്ലാവരും നോമ്പ് മുറിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ വന്നു, നബിയെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും നോമ്പ് മുറിച്ചിട്ട് ഇപ്പോഴും ആ നോമ്പിലാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉലൈകൽ ഉസാർ, ധിക്കാരമാണ് അവർ ചെയ്യുന്നത്. ഒരു പക്ഷേ ഏറ്റുമുട്ടൽ വന്നേക്കാം. അപ്പം ഇങ്ങനെ ഒരു ഉറങ്ങി തൂങ്ങി ക്ഷീണം ബാധിച്ച് ഒന്നിനും കഴിയാത്ത ആൾക്കാരാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇങ്ങനെ ആനുകൂല്യമുണ്ട്, ഒഴിവാക്കാം. എന്നാൽ ഒരാൾ വിചാരിക്കുക, അതായത് റമദാൻ്റെ മഹത്വം പിന്നെ കിട്ടും, എനിക്കാണെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല നോമ്പ് നോൽക്കാൻ, അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുകയാണ്, ഞാൻ നോമ്പ് മുറിക്കുന്നില്ല എന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ഖൈറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുവാൻ പാടില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇനി അതേപോലെ തന്നെ നോമ്പ് ഒഴിവ് കഴിവുള്ള മറ്റൊരു വിഭാഗം ആളുകളാണ് പിന്നെ ആർത്തവകാരിക്ക് ഏതായാലും പാടില്ല, ഒഴിവ് കഴിവ് എല്ലാവർക്കും പാടില്ലാത്തതാണ്. അതേപോലെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ, ബ്ലീഡിങ്ങുള്ള സ്ത്രീ, അവർക്ക് നോമ്പ് പാടില്ലാത്തതാണ്. എന്നാൽ പിന്നീട് അവരെന്ത് ചെയ്യണം, നോമ്പ് നോറ്റ് വീട്ടണം. മുആദ റളിയല്ലാഹു അൻഹ ഒരു താബിഈയായ പണ്ഡിതയാണ്. അവർ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഈ ഞങ്ങളൊക്കെ അവസ്ഥ, ആർത്തവകാരി ഒക്കെ പിന്നെ നിസ്കാരം ഒരു കലാവ് കിട്ടുന്നുണ്ട്, നോമ്പ് കലാവ് കിട്ടും, എന്താ ഇപ്പം ഇങ്ങനെ ഒന്ന് നിസ്കാരം എങ്ങനെ, നോമ്പ് അങ്ങനെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അല്പം ദേഷ്യത്തോട് കൂടി ചോദിച്ചു, എന്താ ഈ ഹറൂറിയ വാദത്തുള്ള സ്ത്രീയാണ്, ബുദ്ധി കൊണ്ട് ഈ സ്ത്രീനേക്ക് അളക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാൽ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഞങ്ങളോ നിസ്കാരം കലാവ് വീട്ടാൻ പറഞ്ഞിട്ടില്ല, നോമ്പ് കലാവ് വീട്ടാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതേപോലെ തന്നെ ഈ ആനുകൂല്യമുള്ള മറ്റൊന്നാണ് ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും. ഗർഭിണിയായി എന്തുകൊണ്ട് നോമ്പ് ഒഴിവാക്കണമെന്നില്ല, അവൾക്ക് തോന്നുന്നു എന്നെ കൊണ്ട് കഴിയില്ല, അല്ലെ ഡോക്ടർ പറഞ്ഞു നോമ്പ് ഒലിക്കരുത് കേട്ടോ, അത് നിങ്ങളെ കുട്ടീനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ മാത്രം ഒഴിവാക്കിയാൽ മതി. അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യമില്ല. മുലയൂട്ടുന്ന ഉമ്മമാരും അങ്ങനെ തന്നെയാണ്. മിക്കവാറും ഒക്കെ ഒഴിവാക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുക. അവരങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നീട് ചെയ്യേണ്ടത് അതിന് ഭക്ഷണം കൊടുക്കല്ല, ഇത് മാറുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പിന്നീട് അവർ ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചില ഉമ്മമാർ പറയും, 1 കൊല്ലം ഇപ്പോൾ ഏതായാലും ഇങ്ങനെ പോയി ഗർഭിണിയാണ്, അടുത്ത 2 കൊല്ലം മുലയൂട്ടലും 3 കൊല്ലം നോമ്പ് എന്താ നിങ്ങൾ ചെയ്യുക. അത് സത്യത്തിൽ ചിലപ്പോൾ ചെറിയൊരു അശ്രദ്ധ അതിൽ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഗർഭിണിയാവുമ്പോൾ നോൽമ്പോൽക്കും കഴിഞ്ഞോളന്നില്ല. എന്നാൽ മുലയൂട്ടുന്ന ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 1 നോമ്പ് എടുക്കാൻ പറ്റൂലേ? അങ്ങനെ എടുക്കുകയാണെങ്കിൽ 1 കൊല്ലം കൊണ്ട് ഈ നഷ്ടപ്പെട്ട നോമ്പൊക്കെ നോറ്റ് വീട്ടാൻ കഴിയും. നോമ്പല്ലാത്ത വേറെ ഏതൊരു കാര്യത്തിന് യാതൊരു തടസ്സമല്ല. ഈ ഉംറക്ക് വേണ്ട, നമുക്ക് രണ്ടാക്കും പോകല്ലേ? ഞാൻ കുട്ടിക്ക് മുലയൂട്ടുകയെന്ന് പറയും. ഇല്ല, നമുക്ക് പോകുക എന്ന് പറയും. ഊട്ടിക്കൊന്ന് പോയാലോ? എനിക്ക് കുഴപ്പമില്ല, അപ്പോൾ അവർക്ക് കുട്ടീനൊക്കെ ഞാൻ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയും. എങ്കിൽ ആ നോമ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 കൊല്ലം കൂടെ, അല്ലെങ്കിൽ 2-3 ഇതൊരു കടല്ലേ,
സത്യത്തിൽ എന്താണ്? ഒരു കടമാണല്ലോ. ഫദൈനുല്ലാഹി അഹഖ്, അള്ളാഹ്ക്ക് നൽകേണ്ട കടമാണ് ഏറ്റവും അർഹമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കടം പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ നോക്കണം. ഇനിയിപ്പോൾ 2-3 കൊല്ലമൊക്കെ അങ്ങനെ ഈ ഉദറുള്ള തടസ്സം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയ ആളുകളൊക്കെ ചെയ്യേണ്ടത് റമദാൻ കഴിഞ്ഞാൽ പെട്ടെന്നാണ് കൊടുത്തു തീർക്കുക. അതിൻ്റെ മേൽ പ്രത്യേകിച്ച് ഫിദിയ കൊടുക്കേണ്ടതില്ല എന്നാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അത് ഫിദിയ കൊടുക്കേണ്ടതില്ല എന്നാണ്. ചില സന്ദർഭത്തിൽ പെട്ടെന്ന് നമ്മൾ നോമ്പിന് ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വീട് തീ പിടിച്ചു, അവിടെ ഞാൻ നോമ്പുകാരൻ, എന്നെ കൊണ്ടൊന്നും കഴിയൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ സാധുവായി നിൽക്കുകയല്ല. ചിലപ്പോൾ നോമ്പിന് ഒഴിവാക്കിയിട്ട് എനിക്ക് എടുത്തിയാടേണ്ടി വരും രക്ഷിക്കാൻ വേണ്ടി. ഒരു പുഴയിലൊരു കുട്ടി പോയി, കുളത്തിലൊരു കുട്ടി വീണു, കിണറ്റിലൊരാൾ വീണു, ചിലപ്പോൾ ഒരു വർഷം നോമ്പിന് ഒഴിവാക്കേണ്ടി വരും, എന്നിട്ട് രക്ഷിക്കേണ്ടി വരും. അപ്പോൾ അതിനാണ് മുൻഗണന നൽകേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പിന്നെ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പറയാനുള്ള നീയത്താണ്. നീയത്ത് ചില ആളുകളുടെ ധാരണ ചൊല്ലിപ്പറഞ്ഞാലേ നീയത്താകുള്ളൂ എന്നാണ്. ഏത് വരെയെന്ന് വെച്ചാൽ അത്താഴമൊക്കെ കഴിച്ച് പിന്നെ നേരം വെളുത്ത് പറയും, എടാ സംഗതി പോയിട്ടോ, ഞാനും നോലും പോയിട്ടില്ല. എന്തേ? അപ്പോൾ അത്താഴത്തിനൊക്കെ നീറ്റിയത്, പിന്നെ നീയത്തെല്ലാം മറന്നു. നവൈതു സൗമ ഗദി അൻ അദാഇ ഫർളി റമദാനി ഹാദിഹി സനതി ഇല്ലാഹി തആല, ഇക്കൊല്ലത്തെ നാളത്തെ റമദാനിലെ അദായ ഫർളായ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നോൽമ്പില്ല. നീയത്ത് നിർബന്ധമാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും നീയത്തിൻ്റെ അടിസ്ഥാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, മൻ യുബയ്യിതു സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സൗമ ലഹ്, സുബ്ഹിക്ക് മുമ്പായി ഒരാൾക്ക് നീയത്തില്ല എങ്കിൽ അവന് നോമ്പില്ല. പക്ഷേ ഈ ചൊല്ലിപ്പറയലല്ല നീയത്ത്. ചൊല്ലിപ്പറയുന്നതിന് അറബി ഭാഷയിൽ നീയത്ത് എന്ന് ഒരിക്കലും പറയില്ല. അതിന് തലഫുദ് എന്നാണ് പറയുക, ഉച്ചരിക്കുക. അല്ലാഹു റസൂൽ തലഫുദ് വേണമെന്നല്ല പറഞ്ഞു, നീയത്ത് വേണമെന്ന് പറഞ്ഞത്. നീയത്ത് വമഹല്ലുഹു അൽ ഖൽബ്, അതിൻ്റെ സ്ഥാനം ഹൃദയമാണ്. അപ്പോൾ ഒരാൾ അത്താഴത്തിന് എണീറ്റു, നോമ്പ് വിൽക്കണം, റമദാൻ നോമ്പ് വിൽക്കണം എന്ന നീയത്തുണ്ടായി. മഗ്രിബ് കഴിഞ്ഞ് സുബ്ഹി വരെയുള്ള സമയത്ത് അയാളുടെ മനസ്സിൽ നാളത്തെ നോമ്പ് നോൽക്കണം എന്ന നീയത്തുണ്ടായാൽ മതി. ഇതല്ലാതെ ചൊല്ലിപ്പറയലല്ല. എന്നാലും ചില ആൾക്കാർക്ക് വസ്വാസാണ്. അത് ചൊല്ലിപ്പറഞ്ഞിന് ഇത്രയും കാലം അങ്ങനെ പഠിച്ച് ഇനിയിപ്പോൾ ചൊല്ലിപ്പറയാന്നാൽ അതിനാണ് വസ്വാസം എന്ന് പറയാം. അത് ബിദ്അത്താണ്. അങ്ങനെ അറബി ഭാഷയിൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. റസൂൽ പറഞ്ഞു എല്ലാത്തിനും നീയത്ത് വേണമെന്നല്ലേ. നമ്മളെ ഭാര്യമാർക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കുന്ന പോലെ സ്വതക്കയാണെന്ന് പറഞ്ഞു. അത് സ്വതക്കയാകണമെങ്കിൽ എന്താ? നീയത്ത് വേണം. അപ്പോൾ നമ്മൾ ഒരു അൽഫഹമോ ഒരു ബ്രോസ്റ്റോ ഒക്കെ പെരി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അല്ലാഹുമ്മ ഇഷ്തറൈതു ഹാദൽ ബഹം ലിഇത്ആമി സൗജതി വഅബ്നാഇ ലില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവേ ഈ അൽഫഹം ഞാൻ വാങ്ങിയത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും തിന്നാൻ വേണ്ടിയാണ് നിൻ്റെ പ്രീതിയിൽ. ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല. പക്ഷെ കൂലി വേണമെന്ന നീയത്ത് വേണേനോ. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ ഒപ്പിക്കുക? അതിന് ഒപ്പിക്കുക ചൊല്ലി പറയാന്നുള്ളത് ഒഴിവാക്കിയാൽ മതി. അർച്ചനെ നിൻ്റെ പ്രീതികൾ നിൻ്റെ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് തിന്നാൻ കൊടുക്കണം എന്ന് മനസ്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അതാണ് നീയത്ത്. അപ്പോഴേ കൂലി കിട്ടുള്ളൂ. നമ്മളാൾക്കാർ നിസ്കാരത്തിനും നോമ്പിനും മാത്രമാണ് ചൊല്ലിപ്പറയൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാത്തിനും നീയത്ത് വേണമെന്നാണ്. അപ്പോൾ ഒന്നുകിൽ എല്ലാത്തിനും ചൊല്ലിപ്പറയാം. വഫീ ബുദ്അത്തി അഹദിക്കും സദഖ, നിങ്ങളുടെ ഭാര്യമാരുമായുള്ള ശാരീരിക ബന്ധത്തിലടക്കം സദഖ ഉണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോൾ എങ്ങനെ ചൊല്ലിപ്പറയാം? എപ്പോഴും ചൊല്ലിപ്പറയാം? മലയാളത്തിലും അറബിയിലൊക്കെ. അപ്പോൾ ആ ഏർപ്പാട് വേണ്ടെങ്കിൽ മനസ്സിലങ്ങ് വിചാരിച്ചാൽ മതി എന്നാണ്. പിന്നെ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ച, ഓരോ ദിവസത്തിനും നീയത്ത് വേണം. അതല്ല റമദാനിൽ ഒരൊറ്റ നീയത്ത് മതിയോ? ഇപ്പോൾ റംസാൻ്റെ തലേന്ന്, ഇപ്പോൾ ഇന്ന് മഗ്രിബ് കഴിഞ്ഞാലാണ് റംസാൻ ആകുമെന്ന് വിചാരിച്ചാൽ മഗ്രിബ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ റംസാൻ മുഴുവൻ നോമ്പ് വിൽക്കണം എന്ന് മനസ്സിലുണ്ടായാൽ അത് മതി. ഇടയ്ക്ക് ബ്രേക്കില്ലെങ്കിൽ എന്നാണ്. ബ്രേക്കിൽ എന്ന് എങ്ങനെ ആർത്തവാരികൾക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് വിൽക്കാൻ പറ്റില്ല, പിന്നെ വീണ്ടും നീയത്തുണ്ടാവും. ഒരാൾ യാത്ര പോയി, ഒരാൾ രോഗിയായി, നോമ്പ് ഒഴിവാക്കി, വീണ്ടും നീയത്തുണ്ടാവും. ഏതായിരുന്നാലും ഓരോ ദിവസവും നീയത്ത് ഉണ്ടാകൽ തന്നെയാണ് നല്ലത് എന്നാണ്. ഇനി എപ്പോഴൊക്കെയാണ് നോമ്പ് മുറിയുക? നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്ന് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. കരുതിക്കൂട്ടി സ്വബോധത്തോടു കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം. അതിലൊന്ന് ജിമാഅ് തന്നെയാണ്.
ജിമാ തന്നെ എന്ന് പറഞ്ഞാൽ റംസാൻ മാസത്തിൽ നോമ്പ് നോൽക്കേണ്ടവരായ ആളുകൾ, നോമ്പ് ഉള്ള ആളുകൾ ഈ നോമ്പുള്ള ആളുകൾ റംസാൻ്റെ പകൽ സമയത്ത് ജിമാ ചെയ്താൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നോമ്പ് മുറിയുന്നു മാത്രമല്ല വമ്പിച്ച പാപാണ്, വമ്പിച്ച തെറ്റാണ്. റസൂലിൻ്റെ കാലത്ത് ഒരാളിങ്ങനെ വന്ന് നബീനോട് പറഞ്ഞു, നബിയെ ഞാൻ നശിപ്പിക്കുകയും ചെയ്തു. എന്തേ? ഞാനിങ്ങനെ റംസാൻ്റെ പകലിൽ ഞാനിങ്ങനെ എന്ന് പറഞ്ഞു, എന്നാൽ ഒരു അടിമനെ മോചിപ്പിക്കും എന്ന് പറഞ്ഞു. അടിമയെ മോചിപ്പിക്കേ, എത്ര സംഖ്യ കൊടുക്കാം? നബിയെ കഴിയില്ല, ഒരടിമനെ മോചിപ്പിക്കും. എന്നാലൊരു കാര്യം ചെയ്യാം, 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോറ്റം, ബ്രേക്കില്ലാതെ നോമ്പ് നോറ്റം. ഈ റംസാൻ കൊണ്ട് തന്നെ ഇപ്പോൾ കഴിയില്ല, 2 മാസം ഇപ്പോൾ എങ്ങനെ കഴിയാനാണ്? എന്നാലേ 60 പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തോ? 60 ആൾക്കാർക്കോ? ഇല്ല, ഭയങ്കര ദരിദ്രനാണ്. എന്നാ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കൊട്ട കാരക്ക ഹദിയ സമ്മാനമായി കിട്ടി. എവിടെ അയാളോട് വരാൻ പറയും, വന്ന് ഒരു കൊട്ട കാരക്ക. ഇത് മദീനയിലെ പാവപ്പെട്ട 60 ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ അയാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മദീനയിലെ പാവപ്പെട്ടവർ, എന്നേക്കാൾ പാവപ്പെട്ടവർ അങ്ങനെ ഒരു കൂട്ടർ ഇവിടെ ഇല്ല, ഞങ്ങളുടെ മദീനത്തെ ഏറ്റവും പാവപ്പെട്ട നജ്ജു എൻ്റെ കുടുംബം തിന്നോന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണപ്പല്ല് കാണുന്ന രൂപത്തിൽ ചിരിച്ചു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമാണ് വിഷയം. അത് നോമ്പ് മുറിക്കുന്ന മാത്രമല്ല വമ്പിച്ച പാപമാണ്. രണ്ടാമതുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്, ഇതിന് സമാനമായി സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ ശുക്ലശ്രവണം ചെയ്യുക, മനഃപൂർവ്വം ചെയ്യുക, അതും നോമ്പ് മുറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുക, വെള്ളം കുടി. ഈ മനഃപൂർവ്വം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ റമദാൻ്റെ തുടക്കത്തിലൊക്കെ അറിയാതെ വെള്ളം കുടിക്കും, എന്തെങ്കിലുമൊക്കെ തിന്ന് കഴിഞ്ഞാൽ അസർക്ക് ശേഷിക്കാതെ അതോ ഇന്നത്തെ പോയിട്ടോ എന്തേ ഞാൻ അറിയാതെ ഗ്ലാസ് വെള്ളം കുടിച്ചു, ഇനിയിപ്പോൾ ഇനി കലാ കിട്ടേണ്ടി വരുമല്ലോ. കലാ കിട്ടേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹ്, ആ നോമ്പാണ് പൂർത്തിയാക്കട്ടെ, നോമ്പ് കിട്ടും. അല്ലാഹു അവനൊരു ബോണസ് നൽകിയാണ്, അവനെ തീറ്റിപ്പിച്ചു കുടിപ്പിച്ചു, അവൻ അറിയാതെയാണല്ലോ എന്നാണ്. ഇതേപോലെ തന്നെ ഭക്ഷണ പാനീയങ്ങൾക്ക് സമാനമായി വല്ലതും ശരീരത്തിലേക്ക് കുത്തിവെക്കുക, അത് ചെറിയ പനിക്കോ ഇതിനൊക്കെയുള്ള ചെറിയൊരു സിറിഞ്ച് അല്ലെങ്കിൽ മരുന്നല്ല, അതിന് നോമ്പ് മുറിയില്ല. നേരെ മറിച്ച് ശരീരത്തിന് പോഷണം നൽകുന്ന, ഊർജം നൽകുന്ന ഗ്ലൂക്കോസ് പോലുള്ളതാണ് ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് കുത്തിവെക്കുകയാണ് എങ്കിൽ അതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോമ്പുകാർക്ക് ഹിജാമ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഏതായിരുന്നാൽ റമദാൻ്റെ പകൽ സമയത്ത് ഹിജാമ ഒഴിവാക്കുക, ബ്ലഡ് ഡൊണേഷൻ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ബ്ലഡ് ഇപ്പം തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പല പണ്ഡിതന്മാരും താബീങ്ങളും ഒക്കെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരന് ഹിജാമ പാടില്ല എന്നത് ലിഅജലിൽ ദുഅഫി, ഹിജാമ ചെയ്താൽ കുറേ രക്തം ഇങ്ങനെ വലിച്ചെടുക്കപ്പെടുമല്ലോ, അപ്പോൾ ദുർബലത, ക്ഷീണം ഉണ്ടാവും, ആ ഒരു കാരണത്താലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ മനസ്സിലാക്കിയ ആളുകൾ പറഞ്ഞത്. അപ്പോൾ മറ്റൊന്നുള്ളത് മനഃപൂർവ്വം ഛർദ്ദിക്കുകയാണ്. ചില ആൾക്ക് ബ്രഷൊക്കെ തൊള്ളയിട്ട് എന്ന് പറഞ്ഞു പിന്നെ ഒന്നായിരം ഛർദ്ദിക്കും. ആ മനഃപൂർവ്വം ഉണ്ടാക്കി ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയും. ചില ആളുകൾക്ക് വാഹനത്തിൽ കയറി, ബസ് കയറിയാൽ മതി, ബസ്സിൽ അല്ലെങ്കിൽ പിന്നെ കാറിൽ കയറി കഴിഞ്ഞാൽ മനം പെരട്ടലുണ്ടാവും, ഛർദ്ദിക്കും. അത് അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, അത് ഒരിക്കലും നോമ്പ് മുറിയുന്ന കാര്യമല്ല എന്നത് മനസ്സിലാക്കണം. ഒരു സ്ത്രീ നോമ്പ് ഇങ്ങനെ ഉഷാറായി കൊണ്ടുവന്നു, മഗ്‌രിബിന് 2 മിനിറ്റ് ഉണ്ടായപ്പോൾ അവൾക്ക് ബ്രേക്ക് വന്നു, ആർത്തം വന്നു, അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ട് മുമ്പ് വന്നു എങ്കിൽ ആ ഒരു ദിവസത്തെ നോമ്പ് നഷ്ടമായി, പിന്നീട് ഖളാ വീട്ടണം. അത് പിന്നെ 1 മിനിറ്റും കൂടി അല്ലേ ഉള്ളൂ, ഇല്ല അതില്ല. നിസ്കാരത്തിൽ അവസാനം അത്തഹിയ്യാത്തിലാണ് ഒരാൾക്ക് ഉദു നഷ്ടപ്പെട്ടെങ്കിൽ അത് ഇനിയിപ്പോൾ അവസാനമല്ലേ, ഇനിയിപ്പോൾ അതാണ് അങ്ങനെ ശരിയായിക്കോളെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ ആർത്തവകാരിയായിരുന്ന സ്ത്രീ പുലച്ചയ്ക്ക് എല്ലാവരും എണീറ്റപ്പോൾ ഓളും എണീറ്റു, നോമ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇതായിരുന്നു, മെൻസസ് ആയിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ അവൾ വൃത്തിയായിട്ടില്ല, കുളിച്ചിട്ടില്ല എന്നൊറ്റ കാരണമുള്ളൂ.
അപ്പോൾ ഇവള് പറയാം ഇന്നത്തെ നോമ്പ് പോയി, ഇനിയിപ്പോൾ നാളെ മുതൽ ആരംഭിക്കാം എന്ന് പറയരുത്. കുളിയും നോമ്പുമായിട്ട് യാതൊരു ബന്ധമില്ല. അവൾ ശുദ്ധിയായിട്ട് കുളിച്ചിട്ട്, രണ്ട് തരം ശുദ്ധി, ഒന്ന് ശരീരം ശുദ്ധിയാകുക, മറ്റൊന്ന് കുളിച്ച് ശുദ്ധിയാകുക. ശരീരം ശുദ്ധിയായിട്ട് ആർത്തവം നിലച്ചു എന്നത് ബോധ്യമായി എങ്കിൽ അവൾ നോമ്പെടുക്കണം. സുബഹി നിസ്കരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ആർത്തവ വിരാമത്തിൻ്റെ ആ കുളിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒരാൾ രാത്രി കാലത്ത് ഫാമിലിയായി ജീവിക്കുന്ന ഒരാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, കുളിച്ചിട്ടില്ല എങ്കിൽ അതും അയാളെ നോമ്പിനൊരിക്കലും ബാധിക്കില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായി? ഇൻകാന ലിയുസ്ബിഹു ജുനുബൻ മിൻ ജിമാഇൻ ഗൈറ ഇഹ്തിലാമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുമായുള്ള ബന്ധത്തിലൂടെ വലിയ അശുദ്ധിയുള്ളവരായിരിക്കെ സുബ്ഹി സമയത്ത് പ്രഭാതത്തിൽ പ്രവേശിക്കും, നോമ്പുകാരനായിരിക്കും, യാതൊരു തടസ്സവും അതിന് ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ കുറേ തെറ്റിദ്ധാരണ ഏതുവരെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് റംസാൻ്റെ രാത്രി കാലത്ത് പോലും ഒരു കുടുംബ ബന്ധം പാടില്ല, ഒരു ശാരീരിക ബന്ധം പാടില്ല എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അതാ പറഞ്ഞത്, ഈ നോമ്പ് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്, ഞെരുക്കം അള്ളാഹ് ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നാണ്. മറ്റൊരു ധാരണ ആളുകൾക്ക് റമദാനിൽ നോമ്പ് വെക്കുന്ന ആൾക്കാർക്ക് പല്ല് തേക്കാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കാൻ പാടില്ല. അതിന് പറയുന്നൊരു ന്യായം എന്തെന്ന് വെച്ചാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നോമ്പുകാരൻ്റെ വായിലെ ഗന്ധം അത് കസ്തൂരിയേക്കാൾ സൗരഭ്യമാണ്. അപ്പോൾ നമ്മൾ പല്ല് തേച്ചിട്ട് ഇപ്പോൾ ആ കസ്തൂരി കളയണ്ട എന്ന ഒരു ധാരണയിൽ പല്ല് തേക്കൂല. അതിങ്ങനെ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തി ഇപ്പം എത്ര പല്ല് തേച്ചാലും കുറേ നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, നോമ്പുകാരനാണെങ്കിൽ എന്തിട്ട് പല്ല് തേച്ചാലും ആ ദുർഗന്ധം ഉണ്ടാവും. അതാണ് അവിടെ റസൂലുള്ളാഹി പറഞ്ഞത്. മാത്രമല്ല ദന്തശുദ്ധി വരുത്താൻ പറയപ്പെട്ട ഹദീസുകൾ നിരവധിയാണ്. ലൗല അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി വുദൂഇൻ. എൻ്റെ ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെ കൂടെയും ഓരോ വുദൂവിൻ്റെ കൂടെയും പല്ല് തേക്കൽ ഞാൻ കൽപ്പിക്കുമായി, നിർബന്ധമാക്കുമായിരുന്നു. പക്ഷേ പ്രയാസമാണ് എന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞ റസൂല്. എന്നാൽ നോമ്പുകാരനാകുമ്പോൾ നിങ്ങൾ പല്ല് തേക്കണ്ട എന്ന് പറഞ്ഞോ? അല്ലെ നോമ്പുകാരനാണ് ഉച്ച കഴിഞ്ഞാൽ പല്ല് തേക്കണ്ട എന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. ഭാര്യമാരുമായി പിന്നെ കൂടെ ഇരിക്കാം, കൂടെ കിടക്കാം, സലാം പറയാം, ചുംബിക്കാം, ഇതൊന്നും നോമ്പിന് യാതൊരു തടസ്സവുമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, യുഖബ്ബിലു സായിമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു, വഹുവ വലാകിനു അംലകുകും ലിറബിഹി. വികാരങ്ങളെ കടിച്ചു നിർത്താൻ സാധിക്കുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന്. ഭക്ഷണം ടേസ്റ്റ് നോക്കാം, ഭക്ഷണം കഴിക്കാന്നല്ല, തെറ്റിദ്ധരിക്കരുത്. നാവിൻ്റെ തുമ്പത്ത് ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ചിലപ്പോൾ ആ നാരങ്ങവെള്ളത്തിലൊന്നൊരു മധുരം ഉണ്ടാവില്ല, കറിയിലൊന്നൊരു ഉപ്പും ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടാവും, ആ കൂടെ പ്രശ്നം. അതെന്തേ? ഞാനിപ്പോൾ എങ്ങനെ ഉപ്പും മുളകുണ്ടോ നോക്കി, ഞാൻ നിങ്ങളെപ്പോലത്തെ നോൻപുകാരത്തിയല്ലേ? അതിപ്പോൾ ആരാണ് ആ നാവിൻ്റെ തുമ്പത്ത് വെച്ച് നോക്കിയാൽ ഉപ്പുണ്ടോ, മുളകുണ്ടോ, എരിവുണ്ടോ, പുളിയുണ്ടോ എന്നൊക്കെ അങ്ങനെ വെക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗല വിഷയത്തിൽ കാണാവുന്നതാണ്. സുറുമ ഇടുന്ന ആൾക്കാർ, അത് സുറുമ ഇടലും പിന്നെ തെറ്റായൊരു കാര്യമല്ല. സാധാരണ ആൾക്കാർ ചോദിക്കലുണ്ട്, കണ്ണിലൊഴിച്ചാൽ, മൂക്കിലൊഴിച്ചാൽ, ചെവിയിലൊഴിച്ചാൽ, മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയോ എന്നാണ്. ചെവിയിലൊഴിച്ചാലും കണ്ണിലൊഴിച്ചാലും നോമ്പ് മുറിയില്ല. കാരണം ശരീരശാസ്ത്രം, ബയോളജിയും മെഡിസിനൊക്കെ പഠിച്ച ആൾക്കറിയാം, ഈ ചെവിയിലൂടെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വന്ന് അന്നനാളത്തിലൂടെ ഇറങ്ങി ആമാശയത്തിലേക്ക് എത്തുന്ന റൂട്ട് അതിലല്ല. കണ്ണിലൂടെ ഒഴിച്ചാലും അങ്ങനെ തന്നെയാണ്, ആമാശയത്തിലേക്ക് എത്തുന്നൊരു വഴി അവിടെ ഇല്ല. എന്നാൽ മൂക്കിൽ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്, അത് നോമ്പ് മുറിയുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീത്ത് ബിൻ സബിറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒതു ഉണ്ടാക്കുമ്പോൾ ഫബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, ഒതു ഉണ്ടാക്കുമ്പോൾ മൂക്കിലേക്ക് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കയറ്റിക്കോ. ഇല്ലാം തകൂന സ്വായിമാൻ, നീ നോമ്പുകാരനല്ലെങ്കിൽ. അപ്പോൾ നോമ്പുകാരനാണെങ്കിൽ മൂക്കിലേക്ക് വല്ലാതെ കയറ്റുക, ആഞ്ഞ് കയറ്റി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എത്തും, അത് പാടില്ല. അതിന് സമാനമാണ് മൂക്കിൽ മരുന്നൊഴിക്കാൻ, അത് നോമ്പ് മുറിയുന്ന കാര്യമായി പരിഗണിക്കപ്പെടുമെന്നാണ്. നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധാരണയുള്ള കുറേ വിഷയങ്ങളുണ്ട്.
എന്താണ്? നോമ്പുകാരനായി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് വായിൽ വരുന്ന ഉമിനീര് എന്ന് പറഞ്ഞാൽ തുപ്പിക്കളയണം, അല്ലെങ്കിൽ നോമ്പ് മുറിയും. വെള്ളത്തിൽ ഇരിക്കാൻ പാടില്ല, വെള്ളത്തിൽ നീന്താൻ പാടില്ല, ഊളിയിടാൻ പാടില്ല, മുങ്ങിക്കുളിക്കുന്ന ആൾക്കാരൊക്കെ ചെവിയിലൊക്കെ ഇങ്ങനെ വെച്ചാണ് മുങ്ങിക്കുളിക്കുക. അതൊക്കെ വെറുതെയാണ്. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ മുഅല്ലഖായി ഉദ്ധരിച്ച കുറേ പരമ്പരകൾ കാണാൻ സാധിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബല്ല ഇബ്നു ഉമർ തൗബൻ ഫഅൽഖാഹു അലൈഹി വസൈമിൻ. അദ്ദേഹം ഒരു തുണി നനച്ച് ശരീരത്തിലിട്ടു നോമ്പുകാരനായിരിക്കുമ്പോൾ. എന്താണ്? ഒരു AC-ൻ്റെ ചോട്ടിലിരിക്കാം, ഫാനിൻ്റെ ചോട്ടിലിരിക്കാം, തണുപ്പത്തിരിക്കാം, കുഴപ്പമില്ല എന്ന് അവിടെ പറയുന്നത്. ഇമാം ഷാബി അദ്ദേഹം താബിഈങ്ങൾ പ്രമുഖനാണ്. അദ്ദേഹം ഹമ്മാം എന്ന് പറഞ്ഞാൽ ബാത്റൂം, കുളിക്കുന്ന സ്ഥലത്ത് പ്രവേശിക്കാറുണ്ടായിരുന്നു നോമ്പുകാരനായിരിക്കുമോ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബഅസ അൻ യതഅത്തമൽ ഖിദ്ർ. ഭക്ഷണം ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതിന് കുഴപ്പമില്ല നോമ്പുകാരന് എന്നാണ്. ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ ബഅസ ബിൽ മദ്മ. വായിൽ വെള്ളം കൊപ്പിളിക്കുക, തണുപ്പ് കൊള്ളുക, അത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു കാര്യമല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോമ്പുകാരനാണെങ്കിൽ അത്ര പൂശിക്കോളിയും എണ്ണ തേച്ചോളിയും മുടി വാർന്നോളിയും തെറ്റായ കാര്യമല്ല എന്നാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ പ്രഭാതത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ പല്ല് തേക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉമിനീര് തുപ്പാറാണ് ഉണ്ടായിരുന്നത് എന്നാണ്. ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നല്ല പച്ചപ്പുള്ള അറാഖ് കൊമ്പ്, അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതാ പച്ചപ്പുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് പല്ല് തേക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും ഇബ്രാഹിം നഖൈം റളിയല്ലാഹു അൻഹും അവർ പറഞ്ഞു, നോമ്പുകാരന് കുഹില് സുറുമ ഇടുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെ എന്താ പറയുന്നത്? ഇതൊന്നും നോമ്പുമായിട്ട് ബന്ധമല്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ല എന്നാണ്. ഏതുവരെ പറഞ്ഞാൽ ഈ സപ്പോസിറ്റർ വെക്കും, അതടക്കം നോമ്പ് മുറിയുന്ന കാര്യമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട ചില അഹ്കാമുകളാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത്. കാര്യമായും നോമ്പുകാരൻ ഈ റമദാനിൽ പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. എത്രത്തോളം ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ സാധിക്കണം. ലൈലത്തുൽ ഖദ്റുള്ള അവസാന 10, അതേപോലെ തന്നെ അതിൽ ഇഅ്തികാഫിരിക്കുക, ഉംറ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ഉംറ ചെയ്യുക. ഒരു മാറ്റം ഏതായാലും നമുക്കുണ്ടാകണം. ഇതിപ്പോൾ 1445 റമദാനാണെങ്കിൽ 1444 ഉള്ളതിനേക്കാൾ കൂടുതൽ താല്പര്യവും ആത്മാർത്ഥതയും കൂടുതൽ അമലുകളും ദാനധർമ്മങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അടുക്കൽ വന്ന് അതുവരെ ഉണ്ടായിരുന്ന ഖുർആൻ ഒത്തുനോക്കിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിലാണ് ദരിദ്രനായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ദാനം ചെയ്തത് എന്നാണ്. അവസാന 10 ആകുമ്പോൾ റസൂൽ മാത്രമല്ല കുടുംബത്തെ പോലും വിളിച്ചുണർത്തി ആരാധനക്ക് പ്രേരിപ്പിക്കുമായിരുന്നു എന്നാണ്. പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകന്റെ കാലത്ത് പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്നും പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇമാം ബുഖാരിയുടെ സഹീഹിലാണ്. അങ്ങനെയുള്ള ഇബാദത്തുകൾ എത്രത്തോളം ആത്മാർത്ഥമായി ചെയ്യുവാൻ സാധിക്കുമോ, ഖുർആൻ പാരായണം അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ഓരോ അക്ഷരത്തിലും 10 ഇരട്ടിയാണ് പ്രതിഫലമെങ്കിൽ ലക്ഷക്കണക്കിന് അക്ഷരങ്ങളുള്ള വിശുദ്ധ ഖുർആൻ കേവലം ഒന്ന് പാരായണം ചെയ്താൽ തന്നെ അതിന് എത്രയോ പുണ്യങ്ങൾ ഉണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. തറാവീഹ് നമസ്കാരത്തിൻ്റെ കാര്യം പറയേണ്ടതുമില്ല. തറാവീഹ് നമസ്കാരം അത് റമദാനിൽ മാത്രമായി ചെയ്യേണ്ട ഒരു ആരാധനാ കർമ്മമല്ല, എല്ലാ കാലങ്ങളും ചെയ്യേണ്ട രാത്രി നമസ്കാരമാണ് തറാവീഹ് നമസ്കാരം. പക്ഷേ റമദാൻ ആകുമ്പോൾ ജമാഅത്തായി നമസ്കരിക്കപ്പെടുന്നു എന്ന് മാത്രം. റമദാൻ ആകുമ്പോൾ ജമാഅത്തായി നമസ്കരിക്കുന്നു. അല്ലാത്ത കാലത്തിലും ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു ജമാഅത്തായി
ഇപ്പം പെരിയിൽ വീട്ടിൽ ഭാര്യയും മക്കളും കുട്ടികളൊക്കെ കൂടെ ഒരുമിച്ച് ജമാഅത്തായി ഇടക്ക് നിസ്കരിക്കാൻ തെറ്റായ കാര്യമല്ല. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ താമസിച്ച ആ വേളയിൽ ചില സന്ദർഭങ്ങളിലൊക്കെ നബിയുടെ കൂടെ രാത്രി നമസ്കാരം റമദാൻ അല്ലാത്ത കാലത്ത് ജമാഅത്തായി നമസ്കരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ തറാവി റമദാനിലാകുമ്പോൾ ഒന്നും കൂടെ ജമാഅത്തായി നമസ്കരിക്കുവാനുള്ള ഒരു സൗകര്യവും കാര്യവും ഉണ്ടായിരിക്കും. റമദാൻ കഴിഞ്ഞാലും അതൊരു തുടർന്ന് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച്. അവിടെ പ്രത്യേകമായി പറയുന്നു, യുസല്ലി ഫീമാ ബൈന അൻ യഫ്റഗ മിൻ സ്വലാത്തിൽ ഇശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇലൽ ഫജ്രി, ഫജ്ർ വരെയുള്ള സമയം, അപ്പോൾ ഇശ കഴിഞ്ഞ് ഫജ്ർ വരെയുള്ള നമസ്കാരം സമയത്ത് 11 റക്അത്തൻ 11 റക്അത്താണ് നമസ്കരിച്ചത്. അപ്പോൾ മൊത്തത്തിൽ ഏതൊരു കാലത്തുള്ള റസൂലിൻ്റെ പതിവ് അങ്ങനെയാണ്. റമദാൻ ആകട്ടെ അല്ലാത്ത കാലത്താകട്ടെ റസൂലിൻ്റെ സ്വകാര്യ ജീവിതം ഏറ്റവും കൂടുതൽ അറിയുന്നത് ഭാര്യമാർക്കാണ്, അതും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കാണ്. അപ്പോൾ ആ റസൂല് എല്ലാ ദിവസവും 11 നമസ്കരിച്ചിരുന്നത്. അത് ഏതാണ്? ഫീമാ ബൈന അൻ യഫ്റുഗ മിൻ സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇലൽ ഫജ്രി, ഫജ്ർ വരെയുള്ള സമയത്തുള്ള നമസ്കാരം 11 റക്അത്താണ്. യുസല്ലിമു ബൈന കുല്ലി റക്അത്തിൻ വയൂതിറു ബിവാഹിദ, ഈ രണ്ട് റക്അത്ത് നമസ്കരിക്കുകയും അവസാനം ഒറ്റയാക്കി സലാം വീട്ടുകയും ചെയ്യും. ഈ നമസ്കാരത്തിന് റമദാനിലാകുമ്പോൾ 4 റക്അത്ത് കഴിഞ്ഞാൽ രണ്ട് റക്അത്ത് നിസ്കരിക്കും, പിന്നെ കുറച്ച് നേരം വിശ്രമിക്കും, ഒരു നീണ്ട വിശ്രമം. റസൂലിൻ്റെ വിശ്രമം എങ്ങനെയാണ്? ചിലപ്പോൾ കിടക്കും. ആയിഷ റളിയല്ലാഹു ചോദിക്കും, അല്ല നബിയെ നിങ്ങൾ ഉറങ്ങിയോ? നിങ്ങളെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ കണ്ണ് അടഞ്ഞിട്ടുണ്ട്, എൻ്റെ കൽബ് അടഞ്ഞിട്ടില്ല, ഉറങ്ങിയിട്ടില്ല എന്ന് റസൂൽ അങ്ങനെ കിടക്കും, അത്ര വിശ്രമിക്കും. അതിനാണ് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുക എന്നതുകൊണ്ടാണ് തറാവീഹ് എന്ന പേര് വന്നത്. ഇതേ നമസ്കാരം അവസാനം ഒറ്റയാക്കി 11 ഒറ്റയാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വിത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റ എന്നാണ്, വിത്തർ ഒറ്റയാക്കുന്നു എന്നതുകൊണ്ട് ആ പേരും വന്നു. ഖിയാമു റമദാൻ എന്നും തഹജ്ജുദ് എന്നും പല പേരുകളും ഇതറിയപ്പെടുന്ന ഒരൊറ്റ നമസ്കാരമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്താണ് നമസ്കരിച്ചിരുന്നത്. ഈ ഒരു തറാവീഹിൻ്റെ കാര്യവും നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ദാനധർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ റമദാനിൽ നമ്മൾ ചെയ്യേണ്ട ചില വദായിഫുകളാണ്. നോമ്പ് തുറപ്പിക്കുക എങ്കിൽ നോമ്പ് നോറ്റ ആളുടെ അതേ കൂലിയുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് നീയത്ത് മാറിപ്പോകാൻ പാടില്ല. ചില സൽക്കാരങ്ങളിലും നോമ്പ് തുറ സൽക്കാരങ്ങളിലൊക്കെ ഒരു ആളിന് ഭക്ഷണം കൊടുക്കുക എന്നതിലപ്പുറം അവിടെ തങ്ങളുടെ പൊങ്ങച്ചവും അഹങ്കാരവും മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു വേദിയാക്കിയാണ്. കയ്യെത്താ ദൂരത്തോളം പഴങ്ങളും പൊരിച്ചതും അത് കഴിഞ്ഞ് പല രൂപത്തിലുള്ള ഭക്ഷണങ്ങളും അവസാനം ഇശാ നമസ്കരിക്കാൻ വരെ പ്രയാസപ്പെടുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കലും തറാവീഹ് നഷ്ടപ്പെടുത്തലും ഈ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി സ്ത്രീകൾ അവർ ആരാധനകൾ ളുഹുർ അസ്ർ ഒക്കെ ഒരു പക്ഷേ ഒഴിവാക്കി പഴയ കാലത്താണ് പത്തിരി പരത്താനും മറ്റൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമ്പ്രദായം ഒരിക്കലും പാടില്ല. നോമ്പ് തുറപ്പിക്കൽ നല്ലതാണ്, അതോടൊപ്പം നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഈ റമദാനിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഖുർആൻ പൂർണ്ണമായി ഒന്ന് ഓതിപ്പോവുകയെങ്കിലും ചെയ്യണം. നിസ്കാരത്തിനൊന്ന് നേരത്തെ വന്നു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് അടുത്ത ഫർദ് തുടങ്ങുന്നതിന് മുമ്പ് ഓതുകയാണെങ്കിൽ 5 നേരവും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണ ഖത്തം ചെയ്യാൻ സാധിക്കും. നമ്മൾ അഹ്ലുൽ ഖുർആനാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആനുമായി യാതൊരു ബന്ധമില്ല, ഒരു പാരായണം പോലും ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ നഷ്ടപ്പെട്ട ആളുകൾ മറ്റാരും തന്നെ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ, നമുക്ക് അനുകൂലമാവുന്ന രൂപത്തിൽ ഈ സമയത്തങ്ങ് മരിച്ചാലും അൽഹംദുലില്ലാ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ കയറാൻ എനിക്ക് സാധിക്കുമെന്ന ഒരു തോന്നലെങ്കിലും നമ്മൾക്കുണ്ടാകണം. അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരല്പസമയം ചോദിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്.
സംശയങ്ങളെ അൽ റയ്യാൻ 24 എന്ന ഗ്രൂപ്പിലൂടെ എഴുതി ചോദിച്ചാലും പറയാം. മിക്ക ആളുകളെയും അതിൽ ചേർത്തിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഉസ്താദിനോട് പറയാൻ സാധിക്കും. അസ്സലാമു അലൈക്കും. അമുസ്ലിങ്ങൾക്ക് നോമ്പില്ല എന്ന് പറഞ്ഞു. അമുസ്ലിങ്ങൾ ജോലിക്കാരനാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? പിന്നെ ചോദ്യം ഇതാണ്, പിന്നെ നിസ്കാരം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ച ആളുകൾക്കാണ് നിർബന്ധമുള്ളത്. അപ്പോൾ മറ്റുള്ള ആൾക്കാരെ നിർബന്ധിക്കാൻ പറ്റില്ല. അതേപോലെ നോമ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെ. മറ്റുള്ള ആൾക്കാരെ അവർക്ക് നോമ്പില്ല, നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിൽ കടയിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് എന്താ ചെയ്യാന്നുള്ളത്. അതിപ്പോൾ കാലങ്ങളായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഏത് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം. അതിപ്പോൾ ഇനി ഓർക്ക് നോൻപാണ്, നമ്മൾ ഭക്ഷണം കൊണ്ടുപോണ്ടി വരും എന്ന് അവർക്കറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കാൻ കിടക്കാൻ ഒരു മുറുക്ക് വെള്ളം കൊടുക്കരുത് എന്ന അർത്ഥത്തിലല്ല സൂചിപ്പിച്ചത്. നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളൊക്കെ തിങ്ങി താമസിക്കുന്ന നമ്മുടെ സൗഹാർദ്ദപരമായ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ ആകുമ്പോൾ ഈ ഒരു മതചിഹ്നത്തിൻ്റെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ആൾക്കാർ നിൽക്കാറുള്ളത്. അവർ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രയാസകരമായ സന്ദർഭത്തിൽ ഒരു മുറുക്ക് വെള്ളം നമ്മൾ കൊടുക്കാത്തൊരവസ്ഥ നമ്മൾ ചെയ്യാറുമില്ല. അത് അങ്ങനെ കണ്ടറിഞ്ഞ് പോകാറുണ്ട് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഒരു ചോദ്യം വന്നാണ്, ഒരാൾ നോമ്പ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് നോമ്പ് 29-ന് യാത്ര പോവുകയാണെങ്കിൽ ആ വ്യക്തി എവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന്? ഫിത്ർ സക്കാത്തും നമ്മൾ പറഞ്ഞിട്ടില്ല, നോമ്പിൽ മാത്രം നിൽക്കുകയാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അദ്ദേഹം അവസാന നോമ്പ് എവിടെയായിരുന്നു അവിടെയാണ്. 29 അന്ന് ഇവിടുന്ന് പോയി, അവിടെ 30 ഉണ്ട് വിചാരിക്കാം, ആ 30 അവിടെയാണ് കിട്ടിയത്. അപ്പോൾ അവിടെയാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. അവസാനത്തെ നോമ്പ് എവിടെയാണോ അവിടെയാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. ഇനി അങ്ങനെ അതിന് അർഹരായ ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ, ഇപ്പോൾ ഒരാൾ പുതിയ വിസക്ക് പോവുകയാണ്, അവിടുത്തെ പരിചയമൊന്നുമില്ല, ഇങ്ങനെ അർഹരായ ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥ, അപ്പോഴൊക്കെയാണ് മറ്റുള്ള ആളുകളെ അത് വക്കാലത്ത് ഏൽപ്പിക്കാം, മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു. ഈ നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ ഊത് പയപ്പിക്കാറുണ്ടല്ലോ ഈ റമദാനിലെ ഊത്, പുക ഊത്, അതുകൊണ്ട് നോമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ അത്ര പ്രശ്നമല്ല. എന്നാൽ ഈ പുകപ്പിക്കുന്ന ഇതുണ്ടല്ലോ, അതിന് ധൂമപടലങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന കാരണത്താൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പുകപ്പിച്ച് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് റമദാൻ്റെ പകൽ സമയത്ത് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്ര മറ്റ് പരിമള വസ്തുക്കളൊന്നും ഇതിന് തടസ്സവുമല്ല. അപ്പോൾ റമദാൻ്റെ പകലിൽ ഈ പുകപ്പിക്കലുണ്ട് ഒഴിവാക്കുകയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ റമദാൻ മാസത്തിൽ നമ്മുടെ ആൾക്കാർ സകാത്ത് കൂടുതൽ കൊടുക്കുന്നത് റമദാൻ മാസത്തിലാണല്ലോ. നോമ്പ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നോമ്പ് കൊടുക്കുന്ന സകാത്ത് എന്ന് പറഞ്ഞാൽ അന്യൻ്റെ അവകാശമാണ്. ഈ അവകാശം നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് അത് കിറ്റ് കൊടുക്കണം, എനിക്ക് തോന്നുകയാണ് വസ്ത്രം കൊടുക്കണം, മറ്റൊരു തോന്നുന്നത് ആഭരണം കൊടുക്കണം, മറ്റൊരു തോന്നുന്നത് വീട് കൊടുക്കണം.
അങ്ങനെയാണ് ചെയ്യേണ്ടത്, അതോ ആവശ്യക്കാരൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്തും റമദാനുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. പക്ഷെ പൊതുവെ നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കണ്ടെത്താറുള്ളത് റമദാൻ മാസത്തിലാണ്. ഒരാൾ മുഹറം മാസത്തിലാണ് കച്ചവടം ആരംഭിച്ചതെങ്കിൽ അയാൾ അടുത്ത മുഹറമിൽ തന്നെ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അതിന് റമദാൻ ആകട്ടെ എന്ന് പറഞ്ഞ് 7 മാസങ്ങൾ കൂടെ വൈകിപ്പിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴാണോ സക്കാത്ത് കച്ചവടം ഒരാൾ റബീഉൽ അവ്വലിലാണ് തുടങ്ങി, അടുത്ത റബീഉൽ അവ്വലാകുമ്പോൾ കൊടുക്കണം. അതൊരിക്കലും റമദാനിലേക്ക് നീക്കി വെക്കാൻ പാടില്ല. അതാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ കടം ബാക്കി വെച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. മാത്രമല്ല സക്കാത്തും മറ്റ് ആരാധനകളും തമ്മിൽ വ്യത്യാസം. നോമ്പ്, നമസ്കാരം എന്നതൊക്കെ റബ്ബുമായുള്ള ഒരു ബന്ധമാണ്. സക്കാത്ത് എന്ന് പറയുമ്പോൾ റബ്ബുമായുള്ള ബന്ധമുണ്ട്, അവകാശികളുമായുള്ള ബന്ധമുണ്ട്. സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി നമ്മളൊരു ഇബാദത്ത് ചെയ്യുന്നു, അതോടൊപ്പം പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശം ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പാവപ്പെട്ടവർക്കുള്ള അവകാശം കൊടുക്കാതെ ഇങ്ങനെ നീട്ടിവെക്കുക. ഇപ്പോൾ മോഷണം, പിടിച്ചുപറി, ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും മോശമെന്ന് പറയും. എന്നാൽ എത്രയോ ആജ്യന്മാർ ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നില്ല. എന്താ തെറ്റ്? അവർ സക്കാത്ത് കൊടുക്കണില്ല, വരുമാനം നോക്കി എത്ര ഉണ്ട് നോക്കി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വൈകിപ്പിക്കുന്നു. അത് ഈ പിടിച്ചുപറിയേക്കാൾ അതൊക്കെ തെറ്റല്ലേ? അതാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചോദ്യം ഇവിടെ ഉള്ളത്, ഓരോരുത്തർ അവനവൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എൻ്റെ സക്കാത്ത് അത് ആഭരണമായിട്ട് കൊടുക്കുകയാണ്, മറ്റൊരാൾ ഞാൻ കിറ്റായിട്ട് കൊടുക്കുകയാണ്, മറ്റൊരാൾ വേറെ എന്തെങ്കിലും കൊടുക്കുകയാണ്, മറ്റൊരാൾ വീടുണ്ടാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ പാടുണ്ടോ എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കൊടുക്കുന്നത് അർഹർക്കായിരിക്കണം. സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിലാണ് ആരാണ് സക്കാത്തിൻ്റെ അർഹർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാര്യമായി അതുണ്ടാകുക ഫക്കീറും മിസ്കീനുമാണ്. ഫക്കീറും മിസ്കീനും ചിലപ്പോൾ കടക്കാരും പെടും. ബാക്കിയുള്ള വിഹിതം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും അല്പം കൊടുക്കണം എന്നല്ല, ഈ പറഞ്ഞതിൽ ആർക്കാണോ അർഹതയുള്ളത് അവർക്ക് കൊടുക്കുക. അവർക്ക് കൊടുക്കേണ്ടത് കാശായി കൊടുക്കുക തന്നെയാണ് നല്ലത്. കാരണം അവർക്ക് ചിലപ്പോൾ അതായിരിക്കും ഉപകാരം. നമ്മളിപ്പോൾ വിചാരിക്കുക കിറ്റായിട്ട് കൊടുക്കാൻ വിചാരിക്കുക, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദാരിദ്ര്യം കണ്ടാണ് മറ്റാരൊക്കെയോ കിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അയാൾക്കൊരു കിറ്റല്ല ആവശ്യം, അയാൾക്ക് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ മരുന്ന് വാങ്ങായിരുന്നു എന്നായിരിക്കും. അപ്പോൾ അടിസ്ഥാനപരമായി അവർക്ക് കാശാണ് കൊടുക്കേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആ കാശ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് അത്യാവശ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിനുള്ള നിങ്ങൾക്കുള്ള ഫുഡ് കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കോളി, മാസം ഒരു 3000 റുപ്യേൻ്റെ സാധനങ്ങൾ വാങ്ങിക്കോളി, നമ്മൾ സക്കാത്തിന് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബത്തെ സംബന്ധിച്ച്, ആ വിധവയായ ഉമ്മയെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരിക്കും. കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഒരാൾ വീടുണ്ടാക്കി, ആ വീടുണ്ടാക്കി ഒരു നിശ്ചിത ലെവലിൽ എത്തിയിട്ടോ ഇനി ആ മുഴിപ്പിക്കാൻ കഴിയില്ല, ബാക്കി അത് നമ്മൾ സക്കാത്തിന് എടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വളരെ എളുപ്പമായിരിക്കും. ചില സമയത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണമായി ഒരു വീട്ടിൽ വാപ്പ മഹാകുടിയനാണ്, കുടുംബം വരെ നോക്കുന്ന പണിക്ക് പോയിട്ട് ഉമ്മയാണ്. എന്നിട്ട് സക്കാത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞു ഈ വീട്ടുകാരൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാശെടുത്ത് അയാൾ കുടിക്കാൻ പോകും, വീട്ടുകാർക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതും അറിയണം അവർക്ക് ആവശ്യമുണ്ടോ. ഇപ്പോൾ ഈ കിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കിറ്റ് പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് ഒരാവശ്യം ഉണ്ടാവില്ല, വീടിൽ നിറഞ്ഞിട്ടുണ്ടാവും കിറ്റ്, വീണ്ടും നമ്മൾ കിറ്റ് കൊണ്ടുപോയി കൊടുക്കുക. ചില ആളുകൾ സക്കാത്ത് അത് കിറ്റായിട്ട് നമ്മൾ കിറ്റ് ഏതായാലും കൊടുക്കണ്ടല്ലോ, അപ്പോൾ കിറ്റായി പോട്ടെ, അത് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ കിറ്റ് സക്കാത്തിന് അർഹരും അല്ലാത്തവരും കൊടുക്കും. മിക്കവാറും സക്കാത്തിന് അർഹരായവർക്കും കൊടുക്കുക. പിന്നെ പള്ളിക്കൊരു മൗലവി ഉണ്ടാകും, ആൾക്ക് അത്യാവശ്യം ശമ്പളം കാര്യങ്ങളുണ്ടാകും, ഒരു കിറ്റ് നമുക്ക് മൗലവിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം എന്തേ, അയാൾ സക്കാത്തിന് അർഹനല്ല, പക്ഷേ മൗലവി കൊടുക്കുക അല്ലെങ്കിൽ വേറൊരാൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ സക്കാത്ത് എന്ന് പറഞ്ഞ് കിറ്റിന് ആണ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒരു അപകടം വരാണ്ട് സക്കാത്ത് അർഹരല്ലാത്ത ആളുകൾക്കും ലഭിക്കും. സക്കാത്ത് എപ്പോഴും ക്ലിയർ ആകുള്ളൂ, അർഹരായ ആളുകൾക്ക് എത്തി എന്ന് ബോധ്യമാകണം.
സക്കാത്ത് വ്യക്തിപരമായി കൊടുക്കാം, സംഘടിതമായി നമ്മളെ സക്കാത്ത് കമ്മിറ്റിയിൽ കൊടുക്കാം. പക്ഷെ സക്കാത്ത് കമ്മിറ്റിയിൽ കൊടുക്കുമ്പോൾ കൃത്യമായും സക്കാത്ത് കമ്മിറ്റിക്ക് ബോധ്യമുണ്ടാകണം. ഏത്? അതിൽ അറിയുന്ന ആൾക്കാരുണ്ടാകണം, ഇന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നറിയണം. അതേപോലെ പക്ഷപാതം ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞ ആൾക്കാർക്കൊന്നും നിങ്ങൾ കൊടുത്തില്ല, ഞാൻ ഈ കമ്മിറ്റിക്ക് വരില്ല എന്ന പക്ഷപാത നിലപാടുണ്ടാകാൻ പാടില്ല. ദരിദ്രരെ അറിയണം. ഇതൊക്കെ അതിൽ പ്രത്യേകിച്ച് അറിയേണ്ടതാണ്. സ്ത്രീകൾക്ക് നോമ്പ് പോകാതിരിക്കാൻ ഗുളിക കുടിച്ച് നോമ്പ് എടുക്കാൻ പറ്റുമോ എന്നാണ്. ഇപ്പോൾ ഒരു ആധുനിക വിഷയമാണ് മെൻസസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഗുളിക കുടിക്കുക. അപ്പോൾ ഹജ്ജിനല്ല ഉംറക്കൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ആകെ 10 ദിവസത്തിനോ 15 ദിവസത്തിനോ പോവാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടെൻഷൻ കയറിക്കഴിഞ്ഞാൽ സാധാരണ ടൈം എന്താവും, അതിൻ്റെ തെറ്റും, അതിൻ്റെ ടൈം തെറ്റും. 7 ദിവസം ഉണ്ടായിരുന്നു ചിലപ്പോൾ 10 ദിവസമാവും. അപ്പോൾ ഉംറക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഗുളികൾ ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റായ ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഉറപ്പ് വരുത്തണം, ഒന്ന് അത് ശരീരത്തിന് കേടൊന്നും വരുത്തില്ല എന്ന് ഡോക്ടർമാർ പറയും. അത്തരത്തിലുള്ള മരുന്നുകളും ഗുളികളാണ് ഉപയോഗിക്കേണ്ടത്. നോമ്പിന് അത് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ ഒരു ആധുനിക ഒരു വിഷയം എന്നുള്ള നിലക്ക് ഇപ്പോൾ ഉപയോഗിച്ച ഒരു ഹറാമ് എന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ അത് അതിൻ്റെ ആ നോർമൽ അവസ്ഥയിൽ ഇങ്ങനെ പോവുകയായിരിക്കും നല്ലത്. ഏത്? നോമ്പ് നഷ്ടപ്പെട്ട് പിന്നീട് കലാവ്. അതുകൊണ്ടാണല്ലോ നേരത്തെ മുആദ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, ഞങ്ങൾ നോമ്പ് കലാവ് വീട്ടാൻ പറഞ്ഞു എന്നുള്ളത്. ആ ഒരു ആനുകൂല്യം ഉണ്ടല്ലോ. അതുകൊണ്ട് കലാവ് വീട്ടൽ ആയിരിക്കും നല്ലത്. ഇങ്ങനെ ഒരു സ്ത്രീ ഗുളിക ഉപയോഗിക്കുന്നു, റംദാനിൽ തന്നെ മുഴുവനായി നോമ്പ് നോൽക്കാനെങ്കിൽ ഒരു ഹറാം എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. ശവ്വാൽ 6 നോമ്പാണ്, നഷ്ടപ്പെട്ട ഫർദ് നോമ്പാണ് ആദ്യം നോൽക്കേണ്ടത് എന്നതാണ് ചോദ്യം. പിന്നെ സാധാരണ ഈ ശവ്വാൽ 6 നോമ്പല്ലാത്ത മറ്റ് നോമ്പുകൾ റംദാൻ നോമ്പിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ് ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഒരു സ്ത്രീക്ക് 6 നോമ്പ് നഷ്ടപ്പെട്ടു വിചാരിക്കട്ടെ, പിന്നീട് അവർ തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന സ്ത്രീയാണ്. റംദാനൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ തിങ്കളാഴ്ച നോമ്പെടുക്കുകയാണ്. ആ തിങ്കളാഴ്ച നോമ്പിൻ്റെ കൂട്ടത്തിൽ റംദാൻ നഷ്ടപ്പെട്ട നോമ്പും കൂടെ നീയത്ത് വെക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച നോമ്പിൻ്റെ നീയത്തും റംദാൻ്റെ നഷ്ടപ്പെട്ട നീയത്തും കിട്ടും. പക്ഷേ ശവ്വാൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മിക്ക പണ്ഡിതന്മാരും പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ഹദീസ്, മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ആരെങ്കിലും റമളാൻ നോമ്പ് നോൽക്കുകയും പിന്നീട് ശവ്വാലിലെ 6 നോമ്പ് നോൽക്കുകയും ചെയ്താൽ, അവർ പിന്നീട് എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ആദ്യം പൂർത്തിയാക്കേണ്ടത് റമളാനാണ്. അത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ശവ്വാലിലെ 6 നോമ്പ് നോൽക്കേണ്ടത് എന്നാണ്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നീങ്ങേണ്ടത്. നഷ്ടപ്പെട്ട നോമ്പ് റമളാനിൽ നഷ്ടപ്പെട്ട് ആദ്യം എടുക്കുക, പിന്നീട് ശവ്വാലിൽ 6 നോമ്പ്. അപ്പോൾ പിന്നെ ചോദിക്കും, ചില രോഗികളെ സംബന്ധിച്ച് ഒരു 10-20 ദിവസം രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാം? ഏത്? 20 നോമ്പ് നഷ്ടപ്പെട്ടു, പിന്നെ ശവ്വാലിൽ 20 എടുക്കുക, പിന്നെ 6 നോമ്പ് എടുക്കുക, പ്രയാസകരമായി കിട്ടൂലല്ലോ. അതിന് പല പണ്ഡിതന്മാരും പറഞ്ഞ മറുപടി ഒക്കെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അയാൾ ശവ്വാൽ മാസത്തിൽ ആദ്യം നഷ്ടപ്പെട്ട നോമ്പ് എടുക്കട്ടെ, പിന്നീട് ആ മാസം കഴിഞ്ഞാലും ശരി ശവ്വാൽ മാസത്തിലുള്ള ഈ 6 നോമ്പിൻ്റെ മഹത്വം മനസ്സിലാക്കി പിന്നീട് മറ്റ് ഏതെങ്കിലും ദിവസങ്ങളിലും മാസങ്ങളും നോമ്പ് നോറ്റാലും അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് തന്നെയാണ് മിക്ക പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. സക്കാത്തിൻ്റെ പണം ബാങ്ക് ഇടപാടുകൾക്ക് നീക്കി വയ്ക്കും എന്നറിഞ്ഞുകൊണ്ട് അയാൾക്ക് സക്കാത്ത് നൽകാൻ പറ്റുമോ? സക്കാത്തിൻ്റെ പണം ബാങ്ക് ഇടപാടുകൾക്ക് അഥവാ പലിശക്ക് നീക്കി വെക്കും എന്നറിഞ്ഞുകൊണ്ട് അയാൾക്ക് സക്കാത്ത് നൽകാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായില്ല എന്താണ്. സക്കാത്ത് കൊടുത്താൽ അയാൾ ഈ സക്കാത്തിൻ്റെ പൈസ കൊണ്ട് പലിശ വീട്ടുമോ? എനിക്കൊരാൾ സക്കാത്ത് തന്നു, എനിക്കാണെങ്കിൽ ബാങ്കിൽ കുറേ പലിശയുണ്ട്, ഞാൻ അതൊക്കെ കൊടുത്ത് പലിശ കൊണ്ടുപോയി വീട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിട്ട് എനിക്ക് സക്കാത്ത് തരാതെക്കാൻ പറ്റുമല്ലേ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇയാൾ സക്കാത്തിന് അർഹനാണെന്ന്. അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്തുമായി സംസാരിച്ച് പറഞ്ഞു, അയാൾക്ക് നല്ലൊരു സംഖ്യ 2 ലക്ഷം റുപ്യ സക്കാത്ത് കൊടുക്കാനുണ്ട്.
അപ്പോൾ നല്ലൊരു സംഖ്യ നമ്മളെ ഏൽപ്പിച്ചു, 2 ലക്ഷത്തോളം ഉറുപ്പ്യ സക്കാത്തായി ഏൽപ്പിച്ചു. ബാക്കി അയാൾ പറഞ്ഞു ഞാൻ പ്രാദേശികമായി കൊടുക്കും. പക്ഷേ ആണ് നോക്കുമ്പോൾ സക്കാത്ത് കൊടുക്കാൻ പറ്റിയ ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ, ബാക്കിയുള്ളവരോ നിസ്കാരമില്ല, ഒന്നുമില്ല, ഒരു ദീനുമില്ല, എങ്ങനെ പോലും സക്കാത്ത് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒന്ന് സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകളായിരിക്കണം. ഒരു മുസ്ലിം പേര് മുമ്പിലുണ്ടായി എന്നുള്ളതുകൊണ്ട് സക്കാത്ത് വാങ്ങേണ്ട ആളുകളല്ല, ഇസ്ലാമിയായ ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഫക്കീറോ മിസ്കീനോ എന്ന അർഹതയുണ്ടെങ്കിൽ അവർ കൊടുക്കാവുന്നതാണ്. ഒരു പക്ഷേ കടം പിന്നെ അയാൾക്കുണ്ടായിരിക്കും, ഒരു നിർബന്ധ സാഹചര്യത്തിൽ ബാങ്കിൽ നിർത്തുന്നുണ്ടാവും, ബാങ്കിൽ നിന്ന് പലിശയും വീട്ടേണ്ടി വരും, അതേപോലെ അതിൻ്റെ മുതലും വീട്ടേണ്ടി വരും. അത് നമ്മൾ നോക്കേണ്ടതില്ല എന്നാണ്. നേരെ മറിച്ച് അയാൾ തീർത്തും ഒരു നിഷിദ്ധമാണ്, ഈ സക്കാത്ത് കിട്ടിയ പൈസ കൊണ്ട് കള്ളുഷാപ്പിക്ക് പോവും എന്നാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏതായാലും കൊടുക്കേണ്ടതില്ല എന്നാണ്. പിന്നീട് അതിലൊരു ചോദ്യം, പുഞ്ചിരിയും സലാം പറയുന്നതിന് കൂലി ഉണ്ടോ എന്നല്ലേ? പുഞ്ചിരിക്കും സലാം പറയുന്ന എല്ലാവരും നിയത്ത് വേണം. ഒന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശത്രുവിനെ കാണുമ്പോൾ ചിലപ്പോൾ പല്ലൊന്ന് പുഞ്ചിരിക്കുകയോ ചെയ്യും, പല്ലൊക്കെ കാട്ടിയാണ്, പക്ഷെ ഉള്ളിൽ എന്താണ് എനിക്ക് ഞാൻ കാണിച്ചു തരാം എന്നാണ്, തരം കിട്ടട്ടെ എന്നെ ഞാൻ എന്നാണ്. അപ്പോൾ അവിടെ നിയത്ത് വന്നു, നല്ല നിയത്തല്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പിന്നെ ഇത് ഒരാൾ ഫൽയഖുൽ ഖൈറൻ, നല്ലത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ മിണ്ടാതിരിക്കട്ടെ ദാനം ചോദിക്കുമ്പോൾ, അതേപോലെ തന്നെ ഒരാളെ കണ്ട ദാനം കൊടുക്കുക, അല്ലെങ്കിൽ അവൻ പുഞ്ചിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് അത് നല്ല നീയത്തുണ്ടായിരിക്കും, അപ്പോഴേ കൂലി കിട്ടുള്ളൂ. സലാം പറയുമ്പോൾ നീയത്ത് വേണം. സലാം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥന, അതിന് എല്ലാവരും നീയത്ത് വേണം, അപ്പോഴേ അതിനെ കൂലി കിട്ടുള്ളൂ. നീയത്തില്ലാതെ ഒന്നിനും കൂലി ഉണ്ടാകുന്നതല്ല. സക്കാത്ത് തൗഹീദില്ലാത്തവർക്ക് കൊടുക്കാമോ എന്നാണ്. അവിടെ നമ്മൾ ഈ സംഘടനകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്ത് അളക്കരുത്. ഏത് ഓം ഇന്ന സംഘടനയാണ്, അത് ഓന് കൊടുക്കാൻ പറ്റില്ല, മറ്റേ പള്ളിക്ക് പോകുന്ന ആളാണ്, മുസ്ലിം ഉമ്മത്താണോ, തൗഹീദുള്ള ആൾക്കാരാണോ, നിസ്കരിക്കുന്ന ആൾക്കാരാണോ അവർക്ക് കൊടുക്കണം. എത്രയോ പള്ളികളിൽ ഉണ്ടാവും, സമസ്തൻ്റെ പള്ളികളായിരിക്കും, മൗലവിമാരായിരിക്കും, ചിലപ്പോൾ കൂട്ടുപ്രാർത്ഥനയും കുനൂത്തും ഇത്യാദി കാര്യങ്ങളുണ്ട്. പക്ഷേ അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് പറ്റൂലല്ലോ എന്ന് പറയുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ഉണ്ടാകുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന കുഴപ്പമില്ല. നേരെ മറിച്ച് അല്ലല്ലാത്ത ആൾക്കാരോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് യാതൊരു കുഴപ്പമില്ല, CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇടങ്ങാറായി നമ്മൾ എന്ത് ചെയ്യരുത്, കൊണ്ടുപോയി കൊടുക്കരുത്. അർഹരായ ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആദ്യം ഗർഭസമയത്ത് നോൽക്കാൻ കഴിഞ്ഞില്ല, പിന്നീട് കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ട് കാരണം നോൽക്കാൻ പറ്റില്ല, അങ്ങനെ 2 വർഷം നീണ്ടുപോയി എങ്കിൽ നോമ്പ് നോക്കുകയും നൽകിയതിന് ഫിദിയ കൊടുക്കണോ, നോമ്പ് നോൽക്കുകയും വൈകിയതിന് ഫിദിയ കൊടുക്കണോ എന്നാണ്. ഗർഭിണിയും ഉലിയൂട്ടുന്ന ഉമ്മമാരും അവർ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വീട്ടിയാൽ മതിയോ, അതിന് പകരം അതിന് കൂടെ ഫിദിയ കൊടുക്കണോ എന്നാണ്. ആ വിഷയത്തിൽ കുറേ അഭിപ്രായങ്ങളുണ്ട്. ഇതിൽ പറഞ്ഞ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം ഇതാണ്. ഏത് നോമ്പ് നോറ്റ് വീട്ടുകയും വേണം, അതിന് പുറമെ ഫിദിയയും കൊടുക്കണം എന്നാണ്. പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം അല്ലാഹു ആലം ഇവർ രോഗിയുടെ ഹുക്കുമിലാണ് ഉൾപ്പെടുക. രോഗികളുടെ ഹുക്കുമിൽ രോഗികൾക്ക് രോഗം മാറിക്കഴിഞ്ഞാൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി, ഫിദിയ കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഗർഭിണി മുലയൂട്ടുന്നവർ 1-2 വർഷത്തെ നോമ്പ് അവർക്കുണ്ടെങ്കിലും അത് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ കൂട്ടത്തിൽ ഫിദിയ കൊടുക്കേണ്ടതില്ല. അസുഖം മാറും എന്നാൽ രോഗി നോമ്പ് വീട്ടുന്ന 1 വർഷം പിന്നിട്ട് ആ നോമ്പിന് മുദ്ദ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അസുഖം മാറും, പക്ഷെ ഇതുവരെ മാറിയിട്ടില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടത്? അതായിരിക്കും ചോദ്യം. പിന്നെ രോഗം മാറും, മാറിയിട്ടും വീട്ടിയിട്ടില്ല. പിന്നെ റംസാനായപ്പോൾ രോഗം വന്നു, അത് മാറിക്കഴിഞ്ഞ് വീട്ടാം എന്നുള്ള ഒരു നീയത്തിലാണ്. പക്ഷെ രോഗം മാറിയിട്ടും എന്തില്ല, അയാൾ വീട്ടിയില്ല, അതിന് ഇനി മുദ്ദ് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. അതിലൊന്ന് ചെയ്യേണ്ടത്, മാറിയ സ്ഥിതിക്ക് ഇതൊരു കടം പെട്ടെന്ന് അടച്ചു തീർക്കുക, നോറ്റ് വീട്ടുക, അത് പെട്ടെന്ന് നോൽക്കുകയാണ് വേണ്ടത്, അതിന് പ്രത്യേകിച്ച് മുദ്ദ് കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു രോഗി റമദാനിൽ അയാൾക്ക് രോഗം, ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ അയാൾ രോഗം ആയി റമദാൻ കഴിഞ്ഞ് നോമ്പ് നോറ്റ് വീട്ടെന്നൊക്കെ വിചാരിച്ചു,
അങ്ങനെ രോഗം മാറുന്നതിൻ്റെ മുമ്പ് തന്നെ അയാൾ മരിച്ചു എന്ന് വിചാരിക്കാം. റമദാൻ കഴിഞ്ഞു, 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കിന് അയാൾക്ക് മാറുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അയാൾക്ക് നോമ്പ് നോറ്റുകൂട്ടം കഴിഞ്ഞാൽ മരിച്ചു എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഖളാ വീട്ടേണ്ടതുമില്ല, ഫിദിയ കൊടുക്കേണ്ടതുമില്ല, അയാളെ ബന്ധുക്കൾ നോറ്റ് വീട്ടേണ്ടതുമില്ല. കാരണം എന്തേ? അയാൾക്ക് നോറ്റ് വീട്ടാൻ സമയം കിട്ടിയിട്ടില്ല. എന്നാൽ നേരെ മറിച്ച് നോമ്പ് നോറ്റ് വീട്ടാൻ റമദാൻ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ നോറ്റ് വീട്ടാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അയാൾ പിന്നെ വൈകിപ്പിച്ചു. അത് നോറ്റ് വീട്ടാൻ ഇനി അടുത്ത റമദാൻ്റെ മുമ്പായിട്ട് നോറ്റ് വീട്ടു. അതിൻ്റെ ഇടയ്ക്ക് അയാൾ ശിഫയായി നോമ്പ് നോറ്റ് വീട്ടാനുള്ള ശാരീരികമായ പക്വതയ്ക്ക് എത്തി. പക്ഷേ നോറ്റ് വീട്ടിൽ വൈകിപ്പിച്ചു എങ്കിൽ പിന്നീട് ഒന്നുകിൽ ഫിദിയ കൊടുക്കലോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾ അയാൾക്ക് വേണ്ടി നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. ഏതായാലും മുദ്ദ് അവിടെ കൊടുക്കേണ്ടതില്ല. ഇതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് വന്ന ചില ചോദ്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെറിയൊരു ചോദ്യം കൂടി. ഇപ്പം നാട്ടിൽ നടക്കുന്ന പരിപാടികളാണ്, പലയിടത്തും കാണുന്നുള്ള പരിപാടി. ഈ റമദാന് സകാത്ത് കിട്ടും എന്ന് കരുതിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, എന്നിട്ട് ഈ കടമുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പൈസ വാങ്ങി ആ പൈസ വാങ്ങുന്നവരുണ്ട്. അതായത് അവർക്ക് അങ്ങനെ വാങ്ങേണ്ട ആവശ്യങ്ങളുള്ള ആൾക്കാരാവില്ല. പക്ഷെ കടത്തിൻ്റെ പേര്, ആ പേര് കടത്തിൻ്റെ പേര് വരാൻ അവർ എന്തെങ്കിലും ആവശ്യം, ജോലി ആവശ്യാർത്ഥം, ഇപ്പോൾ സ്കൂൾ ജോലി കിട്ടാൻ 25 ലക്ഷം ലോൺ എടുത്തു, എന്നിട്ട് അതിന് വീട്ടാൻ വേണ്ടി. പിന്നെ ഫിഖിലൊരു ഖാഇദ ഉണ്ട്, മൻ ഇസ്തഅജല ഇലാ ശൈഇൻ ഖബ്ല അവാനിഹി ഉഖിബ ബിഹിർമാനിഹി. ഒരു കാര്യം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഒരു കുതന്ത്രം ചെയ്താൽ അവനെ കിട്ടൂല എന്നാണ്. അതിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത്, വാപ്പ മരിച്ചെന്ത് ചെയ്യും? മക്കൾക്ക് സ്വത്ത് കിട്ടും. പക്ഷേ ഒരു പോക്കിരിയായ വിക്രസുകാരനായ മകൻ എന്ത് ചെയ്യുന്നറിയും? വാപ്പാനാണ് കൊന്നു. എന്തിന്? വാപ്പ മരിച്ചാൽ സ്വത്ത് കിട്ടൂലേ എന്ന് വാപ്പാനാണ് കൊന്നു. ഊഖിബ ബിർഹമാനി, 5 പൈസ അനന്തര സ്വത്തായി കിട്ടൂല. കാരണം എന്തേ? സ്വത്ത് കിട്ടാൻ വേണ്ടി അവൻ കുതന്ത്രം പ്രയോഗിച്ചു. ഇതേപോലെ സക്കാത്തിന് കിട്ടാൻ വേണ്ടി ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ സക്കാത്ത് കിട്ടാൻ വേണ്ടി ആ ടൈമിന് പോയിട്ട് കടക്കാരനാകുക, ബാങ്ക് പോയിട്ടും അല്ലാതെയൊക്കെ. ഇവിടെ ഈ കടക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. ഈ കടം എന്ന് പറഞ്ഞാൽ സക്കാത്തിന് അർഹരായ കടം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2ആണ്. ഒന്ന്, 2 ആൾ തമ്മിൽ പ്രശ്നമുണ്ടായി, 2 ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി, 2 കുടുംബക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായി. ഓല കട അങ്ങോട്ടും കൊടുക്കാണ്ടതിന് ഓല ആകെ പ്രശ്നമായി പഠിച്ച് പിരിയും, കൊലപാതകം അവിടെ നടക്കും എന്ന് തോന്നി. ഞാൻ പോയിട്ട് പറഞ്ഞേ, ഞാൻ നാട്ടിൽ കാര്യപ്പെട്ട ആൾ, ഞാൻ പറഞ്ഞു പിന്നെ എത്ര കിട്ടാള്? അത് ഞാൻ ഏറ്റു, ഞാൻ തരാം. എന്നാ വേണ്ടത്? ആ ഡേറ്റ് പറഞ്ഞോളൂ, ഞാൻ ഒന്നും കൊണ്ടുവന്ന് തരാം. അങ്ങനെ ഒന്നുകിൽ എൻ്റെ പൈസ തന്നെ, ഞാൻ വലിയ പൈസക്കാരനാണ്, ആ പൈസ ഞാൻ കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ ആരേക്കെന്തെങ്കിലും കടം വാങ്ങി അത് കൊണ്ടുപോയി കൊടുത്തു. ആ പ്രശ്നം അവിടെ പരിഹരിക്കണം. ഈ സമയത്ത് ഞാൻ എത്ര വലിയ കടക്കാരനാണെങ്കിലും എനിക്ക് സക്കാത്ത് തരാം. ഒരുപക്ഷെ ഞാൻ എൻ്റെ പൈസ എടുത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളെ കടം വാങ്ങി. അതാണ് ഒരു കടക്കാരൻ. ആ കടക്കാരനെ കുറിച്ച് നമ്മൾ ആരും അറിയലില്ല. രണ്ടാമത്തെ ഒരു കടക്കാരൻ എന്ന് പറയുമ്പോൾ സാധാരണ കടക്കാരനാണ്. പക്ഷേ ഈ കടക്കാരൻ, ഇപ്പോൾ ചില ആൾക്കാർ പറയും സംഗതി കമ്പനി വലിയ നഷ്ടത്തിൽ, അപ്പോൾ കടത്തിലാണ്, അപ്പോൾ നിങ്ങളതിൽ സക്കാത്ത് വല്ലതുണ്ട്. അപ്പോൾ എന്താണ്, ഒരു വലിയൊരു ഫാക്ടറി തുടങ്ങി, അതിപ്പോൾ വേണ്ട രൂപത്തിലൊന്നും പോണില്ല. പിന്നെ കമ്പനീൻ്റെ ജോലിക്കാരൊക്കെ പിരിച്ചുവിട്ടു. കമ്പനീൻ്റെ ഇതൊക്കെ നോക്കി ഒരു 2-3 കോടിക്ക് ഉണ്ട്. 2-3 കോടി ഉണ്ട്. ഇപ്പോൾ കച്ചവടമൊന്നുമില്ല. പേരിനെന്താ? അയാൾ കടക്കാരനാണ്. വലിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പോൾ പിന്നെ അയാൾക്കിപ്പോൾ കച്ചവടം നടക്കില്ല, അതെങ്ങനെ പൂട്ടിയിട്ടിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട്? എനിക്ക് ആ പാടം, ഒരു 4 ഏക്കർ പാടമുണ്ട്, ഇവിടെ അങ്ങാടിയിലൊരു ഇത് വിൽക്കാനുണ്ട്, പക്ഷേ ഞാൻ ഭയങ്കര കടക്കാരനാണ്, ഇതിലിപ്പോൾ കോടികൾ നഷ്ടമാണ്. ആ കടക്കാരനല്ല കൊടുക്കേണ്ടത്. ഒരാൾക്ക് കടമുണ്ട് എങ്കിൽ അയാളുടെ പൈസ കൊണ്ട് തന്നെ അയാളുടെ അത്യാവശ്യമാണ്, ഇപ്പോൾ അയാൾക്ക് താമസിക്കാൻ വീട് വേണ്ടി വരും, അങ്ങനെ അതിന് മാറ്റിവെച്ച് ആ കാശ് കൊണ്ട് അയാളുടെ പ്രശ്നം പരിഹരിക്കുമെങ്കിൽ അയാൾ കടക്കാരനല്ല, അയാൾ കൊടുക്കേണ്ടതില്ല സക്കാത്ത്. അല്ലാത്ത സാധുക്കളായ ആളുകൾക്കാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കടക്കാരെന്ന് പറയുമ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. ഏതായിരുന്നാലും ഈ കുതന്ത്രത്തിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഒരാൾ ഒരു കച്ചവട സ്ഥാപനത്തിൽ കടം വാങ്ങി, അയാൾക്ക് ആ പണം തിരികെ നൽകാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ആ സക്കാത്തിൻ്റെ പണം ആ കടത്തിലേക്ക് മാറ്റി വെക്കാൻ പറ്റുമോ എന്നാണ്. അത് ഇങ്ങനെ ആയിരിക്കും ചോദ്യം. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് എന്ത് ചെയ്തു? 1 ലക്ഷം ഉറുപ്പിക കൊടുത്തു.
ഒരു സാധുവിന് കടം ചോദിച്ചപ്പോൾ 1,00,000 ഉറുപ്പ്യ കൊടുത്തു. പിന്നെ അയാളുടെ പിന്നാലെ അയാൾ ഫോൺ എടുക്കണില്ല, കാണോടത്ത് വെച്ച് കാണുന്നില്ല, പള്ളിക്കും വരാറില്ല, കണ്ടാൽ മിണ്ടുമില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായി ആ പൈസ ഇനി കിട്ടൂല. അയാൾ സാധുവാണ്, സക്കാത്തിന് അർഹനാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കുക ഇക്കൊല്ലം ഏതായാലും 5,00,000 ഉറുപ്പ്യ കടം കൊടുക്കാണ്ട്, അതുകൊണ്ട് ഓന് കൊടുത്ത് 1,00,000 അത് സക്കാത്തിൽ വീടി, ഇനി തരണ്ട, അത് സക്കാത്താണ്, ഇനി ബാക്കി കൊടുത്താൽ മതിയോ. ഇത് പറ്റൂല. അതെന്തേ പറ്റാത്തത്? ഒന്ന്, അവിടെയൊക്കെ നീയത്ത് പ്രധാനം എന്ന് പറഞ്ഞു. ഞാൻ അയാൾക്ക് ആദ്യം 1,00,000 കൊടുത്തത് നീയത്ത് എന്തിനാണ്? എന്താ? കടമാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളെ ഫോൺ വിളിച്ചത്. അതുകൊണ്ടാണ് അയാളോട് പള്ളിയിൽ നിന്ന് എന്തായിന്ന് ചോദിച്ചത്. എന്താ നിങ്ങൾ പൈസ തരാത്തെന്ന് ചോദിച്ചത്? കടമാണ്. അവസാനം നിവൃത്തിയില്ലാതെ കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇനി ഗത്യന്തരമില്ലെങ്കിൽ അന്ന് ഇങ്ങനെ മാറ്റി ചവിട്ടുക എന്ന ഒന്ന് പറ്റൂല. അയാളേക്കൊന്ന് വാങ്ങുക, പിന്നെ അയാൾക്ക് സക്കാത്ത് കൊടുക്കാണ്ടെങ്കിൽ വേറെ കൊടുക്കുകയും ചെയ്യുക. അതങ്ങനെ തമ്മിലാണ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം അല്ല.